പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന വാത്സല്യമുള്ള ദൈവദാസൻ, അപ്പോൾ തന്നെ റിജോയ്സ് മിനിസ്ട്രി എന്ന അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന സണ്ണി പാസ്റ്റർ കുടുംബം, സൂമിലായിരിക്കുന്ന ബഹുമാന്യരായ ദൈവദാസീദാസന്മാർ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് അനുഗ്രഹീതമായ ആത്മീക ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത എൻ്റെ സഹോദരനായ ദൈവദാസൻ പ്രസാദ് പാസ്റ്റർ, കർത്താവിൻ്റെ ദാസി കുഞ്ഞുങ്ങൾ, വാത്സല്യമുള്ള സഹോദരൻ സാംസൺ, എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ മുഖാന്തരമാണ് അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിൽ ദൈവദാസന്മാരെ പരിചയപ്പെടുവാൻ, അതുപോലെ തന്നെ ശുശ്രൂഷിക്കുവാനായിട്ട് എനിക്കൊരു മുഖാന്തരമായി തീർന്നത്. പ്രസാദ് പാസ്റ്ററെ, കർത്താവിൻ്റെ ദാസിയെ കുഞ്ഞുങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു. അവരോടുള്ള വന്ദനവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. കർത്താവ് നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ 16ാമത്തെ രാത്രിയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. ഇന്ന് രാത്രി ഒരുപാട് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഞാനും കർത്താവിന്റെ സന്നിധിയിലായിരുന്നു. എന്ത് ശുശ്രൂഷിക്കണമെന്ന പ്രാർത്ഥനയിൽ കൃത്യമായി പരിശുദ്ധയാത്മാവ് എനിക്ക് നൽകി തന്ന ഒരു ദൂത് പാട്ടുകൾക്കകത്തുള്ള സന്ദേശത്തിലൂടെ ദൈവദാസൻ അത് പറയുകയുണ്ടായി. വലിയ ആത്മനിയോഗത്തോടെ ആ ഒരു ശുശ്രൂഷകൾ അങ്ങനെ തന്നെ നടക്കുന്നതിൽ ഞാൻ ദൈവത്തെ ഒത്തിരി സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കുമ്പോൾ 65-ാം സങ്കീർത്തനം അതിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യമാണ് തുടക്കത്തിൽ ഞാനൊന്ന് വായിക്കുന്നത്. ഇന്ന് രാത്രി ചില വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ച് ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. സങ്കീർത്തനങ്ങൾ 65 അതിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. Psalm 65 verse 9 to 13 ആണ് നമ്മൾ ഇന്ന് രാത്രി വായിക്കുന്നത്. ദയവായി ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചാൽ വളരെ ഉപകാരമാണ്. 65-ാം സങ്കീർത്തനം 9-ന്റെ 13 വരെയുള്ള വാക്യങ്ങൾ. യെസ്. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. നീ അതിന്റെ ഒഴുവുചാലുകളെ നനയ്ക്കുന്നു, നീ അതിന്റെ കട്ട ഉടച്ചു നിരത്തുന്നു. മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുഭൂമിയിലെ പുൽപ്പുറങ്ങൾ പുഷ്ടി പൊഴിക്കുന്നു, കുന്നുകൾ ഉല്ലാസം ധരിക്കുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. 9-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. 9-ാമത്തെ വാക്യം മാത്രം. നീ ഭൂമിയെ സന്ദർശിച്ചു നനയ്ക്കുന്നു, നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 68-ാമത്തെ വാക്യം കൊണ്ടൊന്ന് വായിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 68-ാമത്തെ വാക്യം കൂടെ. ആമേൻ, ആമേൻ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാരാൽ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും. വളരെ നന്ദി. കർത്താവ് സഹായിക്കട്ടെ.
65 സങ്കീർത്തനം 9 വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കേട്ടത്: നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് സന്ദർശിക്കുന്ന ഒരു ദൈവം. ഉപവാസ പ്രാർത്ഥനയുടെ 16 രാത്രിയിൽ കർത്താവിന് നമ്മളോട് പറയാൻ ഉള്ള ഒരു ദൂതെന്ന് പറയുന്നതാണ്: ഞാൻ എൻ്റെ ജനത്തെ സന്ദർശിക്കും. സ്തോത്രം. ഗോഡ്സ് വിസിറ്റേഷൻ, സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ദൈവീക സന്ദർശനമെന്നോ ദൈവിക ഇടപെടൽ എന്നൊക്കെ നമുക്ക് പേര് വിളിക്കാവുന്ന ഒരു ചെറിയൊരു ചിന്ത അല്പസമയം കൊണ്ട് ഞാൻ നിങ്ങളുമായി ഒന്ന് പങ്കുവെക്കുകയാണ്. ഒരു വാക്ക് കയറി പറഞ്ഞാൽ, ഒരു പ്രാവശ്യം എല്ലാവർക്കും കൂടെ ഒന്ന് മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതമായിട്ടൊന്നും കൂടെ പറഞ്ഞാൽ, ഒരു പ്രത്യേകമായ ഒരു പദം എന്ന് പറഞ്ഞാൽ, ആ ദൈവ സന്ദർശനം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇടപെടൽ എന്ന വാക്കിന് അല്പം കൂടെ ഒരു അർത്ഥമുണ്ടാകും. ഈ സന്ദർശിക്കുന്നത് ദൈവമായതുകൊണ്ട് അതിനകത്തൊരു ദൈവീകത കൂടെ ഉള്ളത് കൊണ്ട് അതിനെ ഇങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാം: ദ ഡിവൈൻ എൻകൗണ്ടർ. ഈ ദൈവ സന്ദർശനം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇടപെടൽ എന്ന വാക്കിനേക്കാൾ ദൈവമക്കളെ സംബന്ധിച്ച് എൻകൗണ്ടർ എന്നൊരു പദം ഭയങ്കരമായ പ്രസക്തമായ ഒരു പദമാണ്. ഞാൻ ഇന്ന് രാത്രി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥനയോടെ ആയിരുന്നപ്പോൾ പരിശുദ്ധയാത്മാവ് എന്നെ ധൈര്യപ്പെടുത്തിയ, ഭയങ്കരമായി എന്നെ പ്രാർത്ഥിക്കാനായി, ആരാധിക്കാനായി, ധ്യാനിക്കാനായി ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ച ഒരു ദൈവവചന ചിന്തയാണ് ഇന്ന് രാത്രി സൂം മീറ്റിങ്ങിനകത്ത് ഞാൻ പങ്കുവെക്കുന്നത്. ദൈവിക ഇടപെടൽ, ദൈവിക സന്ദർശനം. സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചൊരു ഡിവൈൻ എൻകൗണ്ടർ ഉണ്ടായാൽ, ഒരു ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? സമയം കിട്ടുമ്പോൾ നിങ്ങൾ താഴോട്ടൊന്ന് വായിച്ചു നോക്കണം. ഇതൊരു കേവലം ഒരു പ്രോസ്പിരിറ്റി തിയോളജി മാത്രമായിട്ടാണ് കാണരുത്. ഞാൻ അത് പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഡിവൈൻ എൻകൗണ്ടറിനകത്ത് എന്തൊക്കെ അനുഗ്രഹങ്ങൾ, നന്മകളാണ് ഒരു കുടുംബത്തിനകത്ത് ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആ വിഷയത്തിനകത്ത് നിന്ന് ലളിതമായ ഭാഷയിൽ എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ ആ ഒരു അല്പസമയം 50-55 മിനിറ്റ് നമ്മളൊന്ന് പ്രാർത്ഥനയോടെ ആ വചനം ഒന്ന് ശ്രദ്ധിക്കാൻ പോകുക. ഞാൻ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. ഇപ്പൊ ദൈവം നമ്മളെ സന്ദർശിക്കുന്ന ദൈവമാണ്. ദൈവിക സന്ദർശനം എന്ന ആ വിഷയത്തെ നമുക്ക് 3 തരം തിരിച്ചു പഠിക്കാം. 1, വ്യക്തിപരമായ ഒരു സന്ദർശനം. 2, വീട്ടിലെ സന്ദർശനം. 3, നാട്ടിലെ സന്ദർശനം. ഇതെല്ലാം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തെളിവുകളാണ്. വ്യക്തിപരമായിട്ടുള്ള ദൈവിക സന്ദർശനമുണ്ട്, ഭവനത്തിലെ ദൈവിക സന്ദർശനമുണ്ട്, ദേശത്തിലെ അല്ലെങ്കിൽ നാട്ടിലുള്ള ദൈവിക ഇടപാടുകളുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം: വ്യക്തിപരമായി ദൈവം സന്ദർശിച്ചാലും, വീട്ടിനകത്ത് ദൈവം ഇറങ്ങി വന്ന് സന്ദർശിച്ചാലും, നാട്ടിലല്ലെങ്കിൽ ദേശത്ത് നാം ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവിക ഇടപെടൽ ഉണ്ടായാൽ, ഡിവൈൻ എൻകൗണ്ടർ ഉണ്ടായാലും, സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 26 രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്.
അതും കൂടെ നമുക്കൊന്ന് വായിച്ചിട്ട്, ഞാൻ ഇനി ഒത്തിരി വാക്യങ്ങൾ വായിപ്പിക്കാൻ സമയമെടുക്കാതെ ആ ഒരു വാക്യങ്ങളൊന്ന് വായിച്ചെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ആ ഭാഗം ഒന്ന് മനസ്സിലാകും. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം. ദൈവം നമ്മളെ സന്ദർശിക്കുന്ന ദൈവമാണ്. ഞാൻ പറഞ്ഞു, ദൈവിക സന്ദർശനം അല്ലെങ്കിൽ ഇടപെടലിന് നമ്മൾ കൊടുത്തിരിക്കുന്ന മറ്റൊരു പദമാണ് ഡിവൈൻ എൻകൗണ്ടർ. അങ്ങനെ ഒരു എൻകൗണ്ടർ എവിടെയൊക്കെയാണ് സംഭവിക്കുന്നത്? വ്യക്തിപരമായി സന്ദർശനമുണ്ടാകും, കുടുംബത്തിനകത്ത് സന്ദർശനമുണ്ടാകും, ദേശത്തൊരു ദൈവിക ഇടപെടൽ ഉണ്ടാകും. അങ്ങനെ വ്യക്തിപരമായോ ദേശത്തിലോ ഭവനത്തിലോ ദൈവിക സന്ദർശനം ഉണ്ടായാൽ എന്ത് സംഭവിക്കും? 26-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം, ദയവായിട്ട് വായിച്ചാട്ടെ. എല്ലാവരും വിസ്മയം പൂണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി, ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു. ഇന്ന് നാം അപൂർവ കാര്യങ്ങളെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്കൊന്നും മനസ്സിലാകാൻ വേണ്ടി ലളിതമായിട്ട് ഒന്നും കൂടെ പറഞ്ഞു തരികയാണ്. ഡിവൈൻ എൻകൗണ്ടർ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ, ദൈവ സന്ദർശനം നമ്മുടെ വീട്ടിലോ വ്യക്തിപരമായോ ഒരു സന്ദർശനം വെളിപ്പെട്ടാൽ, ഇപ്പം നമ്മൾ വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്: ഇന്ന് നാം അപൂർവ കാര്യങ്ങൾ കണ്ടുവല്ലോ. അങ്ങനാണെങ്കിൽ, അങ്ങനെ ഒരു ഡിവൈൻ എൻകൗണ്ടർ ഉണ്ടായാൽ അപൂർവമായ ചിലത് ഇന്ന് രാത്രി സംഭവിക്കും. ആമേൻ, ആമേൻ, ആമേൻ. എന്താണ് അപൂർവമായത്? ഈ NIV, RSV, KJV, NRSV പോലുള്ള ബൈബിൾ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ട്രാൻസ്ലേഷൻസ് അതിമഹത്തരമാണ്. അപൂർവ കാര്യങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അൺയൂഷ്വൽ തിങ്സ് എന്ന് പറയുന്ന ഒരു പദം കൊടുത്തിട്ടുണ്ട്, റിമാർക്കബിൾ എന്നൊരു പദം കൊടുത്തിട്ടുണ്ട്, പാരഡോക്സിക്കൽ എന്ന് പറയുന്ന ഒരു പദം കൊടുത്തിട്ടുണ്ട്, അമേസിംഗ് തിങ്സ് എന്ന് പറയുന്നൊരു പദമുണ്ട്. പദം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വാഹു എന്നൊരു പദമുണ്ട്. പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പദം എക്സ്ട്രാ എന്നൊരു പദമുണ്ട്. അതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായത്. ഡിവൈൻ എൻകൗണ്ടർ വെളിപ്പെട്ടാൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് അസാധാരണമായത്, ആമേൻ, 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 ഗോഡ് എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ നീ കാണാത്ത ചിലത്, ഇന്ന് വരെ അനുഭവിക്കാത്ത ചിലത്, അത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ, ഭൗതിക വിഷയത്തിൽ മാത്രമല്ല, ആത്മീക, ഭൗതിക, മാനസിക, ശാരീരിക മേഖലകൾക്കകത്ത് അങ്ങനെ ഒരു ഡിവൈൻ എൻകൗണ്ടർ നടന്നാൽ, ആമേൻ, ആമേൻ, ഈ 16-ാമത്തെ രാത്രിയിൽ ചിലരോട് കർത്താവിന് പറയാനുള്ള ദൂതെന്താണെന്നറിയാമോ? ഒരു ഡിവൈൻ എൻകൗണ്ടറിന് വേണ്ടി ഒന്ന് കൊതിക്കുക. ആമേൻ, ആമേൻ. എത്ര പേരുണ്ട് അങ്ങനെ ഒരു ഡിവൈൻ എൻകൗണ്ടർ ഒന്ന് ആഗ്രഹിക്കുന്നവർ? ആമേൻ, ആമേൻ, ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായി ഞാൻ എൻ്റെ റൂമിനകത്ത്, ദൈവമേ, സണ്ണിഫ് മാസ്റ്റർ പറഞ്ഞപ്പോ അന്ന് മുതൽ ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഈ 16-ാമത്തെ രാത്രി പരിശുദ്ധയാത്മാവ് ആഗ്രഹിക്കുന്നത് നമ്മള് എന്തെങ്കിലും ഒന്ന് പാടി, എന്തെങ്കിലും ഒന്ന് കേട്ടു പോകാനല്ല. ആമേൻ. ദൈവദാസൻ പറഞ്ഞല്ലോ, യുദ്ധഭീതികൾ. ആമേൻ. വാത്സല്യമുള്ള പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ അത് കേട്ടു. ഒത്തിരി പ്പെടുത്തുന്ന ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് ചുറ്റുപാടും ഉള്ളപ്പോൾ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഈ സമയത്ത്, ആമേൻ, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നാം ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ഒന്ന് ചെയ്യാനല്ല, എന്തെങ്കിലും ഒന്ന് പാടി പോകാനല്ല. ദൈവമേ, ഒരു ഭയങ്കരമായ ദൈവിക ഇടപെടൽ, ഒരു ദൈവിക സന്ദർശനം ഞങ്ങളുടെ വീട്ടിനകത്ത്, ഹല്ലേലൂയ, ഞങ്ങളുടെ സഭയിൽ
വ്യക്തിപരമായി ഞങ്ങളുടെ ദേശത്ത് ഒന്ന് ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇന്ന് രാത്രി സൂം മീറ്റിങ്ങിനകത്തുണ്ട്? അങ്ങനെ ഉള്ളവരിലേക്ക് ഒരു ഡിവൈൻ എൻകൗണ്ടർ തരാൻ പരിശുദ്ധയാത്മാവ് ഇന്ന് രാത്രി ആഗ്രഹിക്കുകയാണ്. ആമേൻ, ആമേൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ. ഞാൻ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വാക്യമാണത്. ദൈവിക ഇടപെടൽ, ദ ഡിവൈൻ എൻകൗണ്ടർ. അങ്ങനെ ഒരു കൊതി ഇന്ന് രാത്രി ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഞാൻ പറയാം. അപൂർവമായ ചിലത്, സ്തോത്രം, നിന്റെ തലമുറയിൽ, നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ വിഷയത്തിനകത്ത്, ആമേനാമൻ, നീ ആയിരിക്കുന്ന സ്ഥലത്ത്, ജോലി മേഖലകൾക്കകത്ത്, ഞാൻ വെറുതെ പറയുകയല്ല, ഉറപ്പോടെ പറയാം, യേശുവിന്റെ നാമത്തിൽ ഇന്ന് വരെ കാണാത്ത ചിലത്. അതുകൊണ്ടല്ലേ അങ്ങനെ തന്നെ ഒരു പദം അവിടെ എഴുതി വച്ചേക്കുന്നേ, അൺയൂഷ്വൽ. ആമേനാമൻ, ഇതുവരെ കാണാത്ത ചിലത്. ഇന്നലെ വരെ നീ അനുഭവിച്ചതല്ല. ആമേൻ. ഡിവൈൻ എൻകൗണ്ടർ യഥാർത്ഥമായി വെളിപ്പെട്ടു വന്നാൽ അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, ഇന്ന് രാത്രി ഈ സൂം മീറ്റിംഗ് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഭയങ്കരമായ ഡിവൈൻ എൻകൗണ്ടർ, ദൈവത്തിന്റെ ഒരു ഇടപെടൽ എന്നിൽ, എൻ്റെ കുഞ്ഞുങ്ങളിൽ, എൻ്റെ കുടുംബത്തിനകത്ത് ഒന്ന് സംഭവിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ, ഞാൻ ഒന്നും കൂടെ ഉറപ്പായിട്ടും പറയാം, ഇതുവരെ കാണാത്തതൊന്ന്, അസാധാരണമായ ഒന്ന് അതിനകത്തൂടെ നീ ആഗ്രഹിക്കുന്ന വിഷയത്തിനകത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത് ഇറങ്ങി വന്ന് നിൽക്കുക. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഇനി ആ വചനത്തിന്റെ ആഴത്തിലേക്ക് ഞാൻ ഒന്നുകൂടെ കടക്കുക. വ്യക്തിപരമായ ഒരു സന്ദർശനം, ഡിവൈൻ എൻകൗണ്ടർ ഒരു വ്യക്തിയിൽ വെളിപ്പെട്ടു വന്നാൽ അവന്റെ ചിന്തയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. ആമേൻ. അവന്റെ നോട്ടത്തിന് വ്യത്യാസം ഉണ്ടാകും. അവന്റെ വാക്കുകൾക്ക് വ്യത്യാസം ഉണ്ടാകും. നടപ്പിന് വ്യത്യാസം ഉണ്ടാകും. ഇരിപ്പിന് വ്യത്യാസം ഉണ്ടാകും. ഇന്നലെ വരെ ശുശ്രൂഷിച്ചതുപോലെയോ, ഇന്നലെ വരെ പാടിയതുപോലെയോ, ഇന്നലെ വരെ നീ എങ്ങനെ നടന്നോ അങ്ങനെ ആയിരിക്കത്തില്ല നിന്റെ നടപ്പ്, ഇരിപ്പ്, ആമേൻ, ശുശ്രൂഷയുടെ രീതികൾ, എല്ലാറ്റിനും ഒരു മാറ്റം ഉണ്ടാകും. തെളിവുണ്ടോ? പറയാം. യേശു കർത്താവിന്റെ കൂടെ നടന്ന ഒരു ശിഷ്യൻ, 12 പേരിൽ ഏറ്റവും പ്രായമുള്ള ഒരു മനുഷ്യൻ, നിന്റെ കൂടെ ചാകാൻ വരെ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് നിന്ന ഒരു മനുഷ്യൻ, നിസാരയായ 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, യേശുവിനെ എനിക്കറിയില്ല. സുവിശേഷം 4 കൂടെ ഒന്ന് വായിക്കണം. പ്രാഗി, ആണയിട്ടു, അസഭ്യം പറഞ്ഞു, സത്യമായിട്ടും എനിക്കറിയത്തില്ലെന്ന സുവിശേഷം 4 കൂടെ രേഖപ്പെടുത്തി വെച്ചേക്കുന്നേ. ചിന്തിക്കണം. കേവലം 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞ്. അയ്യോ, നമ്മുടെ വീട്ടിൽ 12 വയസ്സുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ. ഒന്ന് ചിന്തിച്ചേ. അതാ ഏകദേശം ഒരു 50-55ഓളം വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ് പ്രായമുള്ള നല്ലൊരു ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ 12 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് എന്നാ ചെയ്യാനാ? ചിന്തിച്ചിട്ടില്ല അങ്ങനെ, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കണം. സത്യത്തിൽ ആ പെൺകുഞ്ഞ് ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ഭയം കയറിയിട്ട് യേശു കർത്താവിനെ പിടിച്ചോണ്ട് പോയതുപോലെ ഇനി എന്നെയും പിടിക്കുമോ എന്ന ചിന്ത മനസ്സിനകത്ത് കയറി. നീ ഗലീലക്കാരനല്ലേ, നിന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പം
നിസാരയായ 12 വയസ്സുള്ള പെൺകൊച്ചിന്റെ മുമ്പിൽ നിന്ന് പറയുക, യേശു അതാരാ, എനിക്കറിയത്തില്ല, അവനെ എനിക്ക് സത്യമായിട്ടും അറിയത്തില്ല. പ്രാകാൻ തുടങ്ങി, ആണയിടാൻ തുടങ്ങി. മർക്കോസിൽ എഴുതി വെച്ചേക്കുന്ന വായിച്ചപ്പോ ചങ്കു പൊടിഞ്ഞു. അസഭ്യം പറയാൻ തുടങ്ങിയെന്ന തള്ളിക്കളഞ്ഞ് പിന്മാറ്റത്തിലേക്ക് പോയി. സ്തോത്രം. പക്ഷെ ഒരു കാര്യം പറയാം, യോഹന്നാന്റെ സുവിശേഷം വായിക്കണ്ട, 21-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ ദേ ഒരു ഡിവൈൻ എൻകൗണ്ടർ അവിടെ വെളിപ്പെടുക. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ ഇന്ന് രാത്രി ചിലരെ ആമേൻ 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 കർത്താവ് ഭയങ്കരമായി ധൈര്യപ്പെടുത്തുന്ന ഒരു വചനമാണിത്. ഹല്ലേലൂയ, ആമേൻ ആമേൻ. ഭയങ്കര നിരാശയിൽ യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞവൻ, തീ കാഞ്ഞോണ്ടിരിക്കുന്ന നിലയിൽ യേശുവിനെ അറിയില്ലെന്ന് പറഞ്ഞ് പ്രാഗി സത്യമായി എനിക്കറിയില്ലെന്ന് പറഞ്ഞ് അസഭ്യം പറഞ്ഞു പോയവൻ, യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ഒരു ഭയങ്കര വിളിയുണ്ട്. ഓ കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? എന്താ ദൈവമേ, എന്ന പദം അത്! കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? വേണമെങ്കിൽ എന്റെ കർത്താവിന് അവരെ ചതിയന്മാരെ എന്ന് വേണേ വിളിക്കാം, വഞ്ചകന്മാരെ എന്ന് വിളിക്കാം, നന്ദിയില്ലാത്തവരെ എന്ന് വേണേ വിളിക്കാം. കാരണം സുവിശേഷം പ്രസംഗിക്കാൻ നിയോഗിക്കപ്പെട്ട 11 പേരും ആമേൻ ആമേൻ ആ ദൗത്യം മറന്ന് പഴയ ജോലിക്ക് പോയി. ആമേൻ, നിങ്ങളതൊന്ന് പിന്നീട് വായിക്കണം. യേശുവിന്റെ ശബ്ദം പോലും തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ പിന്മാറ്റത്തിലോട്ട് പോയവരെ നോക്കി കർത്താവ് തിരഞ്ഞെടുത്തവരാണ് അവര്. വേറെ ആർക്കും വിളിക്കാൻ, അങ്ങനെ വിളിക്കാൻ അനുവാദമില്ല. പക്ഷെ കർത്താവിന് വേണേ വിളിക്കായിരുന്നു നന്ദിയില്ലാത്തവരെ എന്ന്, ചാരിയന്മാരെ എന്ന് വിളിക്കാമായിരുന്നു. പക്ഷെ കർത്താവിന്റെ ആ സ്നേഹം കണ്ടോ? ഡിവൈൻ എൻകൗണ്ടറിന്റെ പ്രത്യേകത കണ്ടോ? കർത്താവ് വിളിക്കുക, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? ചരിത്രം അറിയാമല്ലോ. കരയിലോട്ട് വന്നപ്പോ കണ്ട കാഴ്ച, ഓ ആമേൻ 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 ആമേൻ. കരയിൽ അപ്പവും മീൻ വറുത്തു വെച്ചിരിക്കുന്നതും തീക്കനലും അവര് കണ്ടെന്ന. അവിടേക്ക് ഒത്തിരി വിശദീകരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരണം എന്നുള്ളത് കൊണ്ട് ആ ഭാഗം ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ചില ദിവസങ്ങൾക്ക് മുമ്പ് തീ കാഞ്ഞോണ്ടിരിക്കുന്ന ഇടയിൽ വെച്ച് എനിക്ക് യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞവൻ തീക്കനലിന്റെ മുമ്പിൽ നിന്നോണ്ട് ഒരു തീരുമാനം എന്നാണെന്നറിയാമോ? ഇനി ഞാൻ പ്രസംഗിക്കുവാണെങ്കിൽ യേശുവിന് വേണ്ടി, ഇനി നിന്നാൽ ഞാൻ യേശുവിന് വേണ്ടി. ആ ഒരു ഡിവൈൻ എൻകൗണ്ടർ അങ്ങോട്ട് വെളിപ്പെട്ടു വന്നപ്പോൾ ആമൻ ആ തീരുമാനത്തിന്റെ മുമ്പിൽ നിന്നവനെ കൊണ്ട് പിന്നീട് ചെയ്തത് അറിയാമല്ലോ. സംഘത്തിന് മുമ്പിൽ നിന്നുകൊണ്ടൊരു ഒറ്റ പ്രസംഗമാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. അതാ ചില ആഴ്ചകൾക്ക് മുമ്പ് 12 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞവൻ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ, സംഘത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് ശബ്ദം പതറാതെ മുട്ടിടിക്കാതെ തന്റെ ഇടത്തോട് പറയുക, മറ്റൊരുത്തനിലും രക്ഷയില്ല. എന്താ സംഭവിച്ചത്? ഡിവൈൻ എൻകൗണ്ടർ. ഇന്ന് രാത്രി ഞാൻ പറയാം, ഡിവൈൻ എൻകൗണ്ടർ വെളിപ്പെട്ടാൽ നിന്റെ ശുശ്രൂഷയുടെ തലങ്ങൾ മാറുകയാണ്. ഡിവൈൻ എൻകൗണ്ടർ വെളിപ്പെട്ടാൽ ഇന്നലെ വരെ നീ പ്രസംഗിച്ചതുപോലെയല്ല, ഇന്നലെ വരെ നീ പാടിയതുപോലെയല്ല, ഇന്നലെ വരെ നീ പ്രാർത്ഥിച്ചതുപോലെയല്ല. അസാധാരണമായ ചില അധികാരങ്ങൾ അസാധാരണമായ ചില ആമേൻ 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 ഭയങ്കരമായ ചില ആമേൻ ഹല്ലേലൂയ അധികാരം നിനക്ക് കൈമാറാൻ
ഷബനഹനാദിയ. ഇന്ന് രാത്രി ഈ 16ാമത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തിരിക്കുന്ന ചിലരോട് കർത്താവ് പറയുന്നു, ഇല്ല, നിനക്ക് ചില അധികാരം കൈമാറാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പക്ഷേ ഒന്ന് കൊതിക്കണം, ഒരു ഭയങ്കരമായ ഡിവൈൻ എൻകൗണ്ടറിന് വേണ്ടി. ഹല്ലേലൂയ. മഹത്വം, 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 മഹത്വം. ആമേൻ, ആമേൻ, ആമേൻ. ഓ, അവിടം കൊണ്ടും ചരിത്രം തീർന്നില്ലല്ലോ. 3ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പം അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായി പോയ ഒരുത്തനെ, ഭിക്ഷയാചിക്കാൻ കൊണ്ടിരുത്തിയ ഒരുത്തനെ, അവന്റെ കണ്ണി നോക്കി പറയാ, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക. അവന്റെ കൈക്ക് പിടിച്ചെന്നാ നമ്മൾ വായിക്കുന്നത്. ഓ, അതൊക്കെ വിശദീകരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. അച്ഛാ, കൈക്കാ പിടിച്ചേ, പക്ഷെ അവന്റെ നരിയാണിയാ ഉറച്ചേ. എല്ലാവരും ഉണ്ടോ ഇതിനകത്ത്? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചിട്ട് പറയാ, നടക്ക. വെള്ളിയില്ല, പൊന്നന്റെ കയ്യിലില്ല, പക്ഷേ വെള്ളിക്കും പൊന്നിനും തരാൻ കഴിയാത്ത ഒന്ന് എന്റെ മേലുണ്ട്, ഒരു അഭിഷേകം. എപ്പ ലഭിച്ചതറിയാമോ? ചില ദിവസങ്ങൾക്ക് എനിക്ക് എൻകൗണ്ടർ വന്നു. അതിലൂടെ ലഭിച്ച അധികാരത്തെ കൈമാറ്റം കൊണ്ട് എഴുന്നേറ്റ് നടക്ക സംഭവിച്ച ആമേൻ. അമ്മയുടെ ഗർഭം മുതലേ അവനെ ഒതുക്കി വെച്ച മേലയ്ക്കകത്തുനിന്ന് അവൻ പുറത്തു വന്നെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ, ഇതിനകത്തിരിക്കുന്ന ചിലരോട് പരിശുദ്ധയാത്മാവ് എന്നോട് പ്രവചിക്കാൻ പറയുന്നു, കുഞ്ഞേ, അങ്ങനെ ഒരു അധികാരം നിനക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഒരു പക്ഷേ ആമേൻ, ബൈബിൾ കോളേജ് നീ പഠിച്ചിട്ടില്ലായിരിക്കാം, വലിയ വിദ്യാഭ്യാസം നിനക്കില്ലായിരിക്കാം, മറ്റുള്ളവർ ശുശ്രൂഷിക്കുന്നത് പോലെ വലിയ വാക്സാമർത്ഥ്യം നിനക്കില്ലായിരിക്കാം. പക്ഷേ എനിക്കറിയാം ഈ ദൂത് ആരോടൊക്കെയാ കർത്താവ് പറയുന്നതെന്ന്. പന്നേ ഞാൻ പറയാം, മാതാവേ, കുഞ്ഞേ, സഹോദരി, ആമേൻ, നിനക്കൊരു അധികാരം ദൈവം തന്നിട്ടുണ്ട്. നിനക്കൊരു അധികാരം ദൈവം തന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ആ അധികാരം ആമേൻ ഒന്ന് ഉപയോഗിക്കാൻ നീ തയ്യാറായ അസാധാരണമായ ചില ശുശ്രൂഷകൾ നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ നീ ആയിരിക്കുന്ന ആ സ്ഥലത്ത്, നീ ആയിരിക്കുന്ന ആ ചുറ്റുപാടിൽ, ആ ദൈവസഭയ്ക്കകത്ത് കെട്ടപ്പെട്ടു പോയ ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ, അമ്മയുടെ ഉദരം മുതൽ ഇനി രക്ഷയില്ല, ഇനി രക്ഷയില്ല, അവൻ ഇങ്ങനെ അവസാനിക്കത്തേ ഉള്ളൂ, അവന്റെ ജീവിതം ഇങ്ങനെ അവസാനിക്കത്തേ ഉള്ളൂ എന്ന് പലരും വിധി എഴുതിയ ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ പോകുക ഇന്ന് രാത്രി മുതൽ. അതിനായി നീ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, അങ്ങനെ ഒരു ഡിവൈൻ എൻകൗണ്ടർ, അധികാരമൊന്ന് വെളിപ്പെടാൻ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. പത്രോസിന്റെ ആ ചരിത്രം ഞാൻ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അടുത്ത അധ്യായത്തിലോട്ട് വരുമ്പോ ഒറ്റ പ്രസംഗത്തിൽ 3000, അടുത്ത അധ്യായത്തിലോട്ട് വരുമ്പം 5000 പേര് സഭയ്ക്കകത്ത് കൂടി. എന്താ കാര്യം എന്നറിയോ? ഡിവൈൻ എൻകൗണ്ടർ. ആമേൻ. വ്യക്തിപരമായ ഒരു സന്ദർശനം ഒരു മനുഷ്യൻ ഉണ്ടായപ്പോൾ അസാധാരണമായ നിലയിൽ ദൈവം അവനെ ഉപയോഗിച്ചു. പിന്നീടുള്ള ചരിത്രം അറിയാമല്ലോ. അവസാനം നമ്മൾ വായിച്ചതുപോലെ അപൂർവമായ എക്സ്ട്രാ ഓർഡിനറിയായ കാര്യങ്ങൾ ദൈവം അവരെ കൊണ്ട് ചെയ്യിച്ചതെങ്കിൽ ഇനി നിങ്ങളെന്ന് പറഞ്ഞേ, ഈ എൻകൗണ്ടർ വേണോ? സ്വോത്രം, സ്വോത്രം, സ്വോത്രം. ഇന്ന് രാത്രി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ആഗ്രഹിക്കുന്നു, ദൈവമേ, ഇത് പോരാ. ദൈവദാസൻ ഇത് പോരാ, ഇത് പോരാ. ആമേൻ, ആമേൻ. അസാധാരണമായ ഒരു എൻകൗണ്ടർ ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ തലമുറകളുടെ മേൽ, ഞങ്ങളുടെ സഭയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒന്ന് പകരണമേ എന്ന പ്രാർത്ഥനയോടെ ആയിരുന്നാൽ ഇന്ന് രാത്രി അങ്ങനെ ഒരു ദൈവിക സന്ദർശനം നിന്റെ വീട്ടിനകത്ത് ആമേൻ തലമുറയിൽ വ്യക്തിപരമായി ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. 1, 2, 3 ഇനി തെളിവ് ഞാൻ അങ്ങോട്ട് തരാം. ദൈവിക സന്ദർശനം ഉണ്ടായാൽ എക്സ്ട്രാ ഓർഡിനറി നടക്കുവോ ഇല്ലയോ? ഒന്ന് ഞാൻ പറഞ്ഞു, മുഖവുരയായിട്ട് പറഞ്ഞു. അടുത്തത് തെളിവ് തരാൻ പോവാ. ആ പാട്ടിനായി, നല്ല പാട്ടിനായി സ്തോത്രം. അബ്രഹാമിന്റെ
ദൈവമല്ലയോ, അത്ഭുതം ഞാൻ ചെയ്യുകയില്ലയോ, ചെങ്കടലിലും വഴി തുറപ്പാൻ ഞാൻ ഇന്നും ശക്തനല്ലയോ. മനോഹരമായ ഗാനത്തിന് നന്ദി. അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഒന്നാമത്തെ ഉദാഹരണം, ഉൽപ്പത്തി പുസ്തകം വായിക്കേണ്ട, പറഞ്ഞു വിടാം. 18-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ മമ്രയുടെ തോപ്പിൽ ഇരിക്കുന്ന ദൈവഭക്തന്റെ കൂടാരത്തിനകത്ത് ഒരു ദൈവീക ഇടപെടൽ, ഡിവൈൻ എൻകൗണ്ടർ വെളിപ്പെടുകയാണ്. ചരിത്രം അറിയാമല്ലോ. സർവശക്തനായ ദൈവവും 2 ദൂതന്മാരും കൂടെ വീട്ടിനകത്ത് വന്ന്, അതെല്ലാം വിശദീകരിക്കേണ്ട ഭാഗമാ. ഒറ്റ കാര്യം പറയാനാ. അബ്രഹാമിന്റെ ആ സൽക്കാരങ്ങളിലെല്ലാം പങ്കെടുത്ത് തിരിച്ചു പോകാൻ നേരം സർവശക്തനായ ദൈവം ഒരു ചോദ്യം അബ്രഹാമിനോട്, നിന്റെ ഭാര്യ സാറ എവിടെ? അവൾ കൂടാരത്തിനകത്തുണ്ട്. ദൈവത്തിന്റെ മറുപടി, അടുത്ത വർഷം ഞാൻ വരുമ്പോൾ അവൾ ഒരു മകനെ പ്രസവിക്കും. അയ്യോ, എന്തൊരു ചോദ്യമോ, എന്തൊരു ഉത്തരവാദ. ഭാര്യ സാറ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കൂടാരത്തിനകത്തുണ്ട്. അങ്ങനാണെങ്കിൽ സത്യത്തിൽ അടുത്ത ഉത്തരം എങ്ങനെയാ പറയേണ്ടത്? അയ്യോ, ഇത്രയും നേരമായിട്ടും കണ്ടില്ലല്ലോ, ഞങ്ങൾ അങ്ങ് പോകുക. സാറമ്മയച്ചോട് ഞങ്ങൾ ചോദിച്ചെന്ന് പറഞ്ഞാ നമ്മൾ അങ്ങനല്ലേ പറയുന്നേ. പക്ഷെ കർത്താവ് പറയാ, കൂടാരത്തിലുണ്ടെന്ന് പറഞ്ഞപ്പോ ഉടനെ വന്നു മറുപടി, അടുത്ത വർഷം ഞാൻ വരുമ്പം ഞാൻ നിങ്ങളെ സന്ദർശിക്കും ഒന്നും കൂടെ, അപ്പോൾ അവൾ ഒരു മകനെ പ്രസവിക്കും. എന്തു മനസ്സിലായി? കൂടാരത്തിനകത്തിരിക്കുന്ന ഒരു സഹോദരി. ഇന്ന് രാത്രി അതൊരു ഭയങ്കര ദൂത. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കൂടാരത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു. വന്ന അതിഥികൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാം, പക്ഷെ അത് സേർവ് ചെയ്ത് കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അനുവാദമില്ല. കാരണം കൂടാരത്തിനകത്തിരിക്കുക. ചരിത്രം നിങ്ങൾക്കറിയാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ചരിത്രം? അവൻ അബ്രഹാമിന് മക്കളില്ല. അതുകൊണ്ട് യഹൂദ ചരിത്രം അനുസരിച്ച് അവൻ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടും അവൾ ഒരു കെട്ടിക്കൊണ്ടുവരുന്ന സ്ത്രീ ഒരു കുഞ്ഞിനെ അവൻ പ്രസവിക്കുന്നില്ലെങ്കിൽ അന്ന് മുതൽ എന്ത് ചെയ്തോണമെന്നറിയാമോ? കൂടാരത്തിനകത്ത് അവൾ നിന്നോണം. അവരുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ വല്ലാത്ത ഒരു ചരിത്രമാണ്. വീട്ടിനകത്തൊരാൾ വന്നാൽ വിശേഷം ചോദിക്കാനുള്ള അനുവാദമില്ല. വീട്ടിനകത്ത് ആരെങ്കിലും ഒന്ന് വന്നാൽ ആഹാരം ഉണ്ടാക്കി കൊടുക്കാം, പക്ഷെ അത് സേർവ് ചെയ്ത് കൊടുക്കാനുള്ള അനുവാദമില്ല. അതിനേക്കാൾ വല്ലാത്ത സങ്കടം തോന്നുന്ന ഒരു നിയമം എന്താന്ന് ചോദിച്ചാൽ, ആ വീട്ടിൽ മറ്റാർക്കെങ്കിലും ഒരു കൂടാരത്തിനകത്ത് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ, ആ കുഞ്ഞിനെ ഒന്ന് നോക്കാനോ, ആ കുഞ്ഞിനെ ഒന്ന് കൊഞ്ചിക്കാനോ ലാളിക്കാനോ ഈ കൂടാരത്തിനകത്തുള്ള സ്ത്രീക്ക് അനുവാദമില്ല. കാരണം നിനക്ക് തലമുറയില്ലാത്തത് കൊണ്ട് നീ അതിനെ എടുത്താൽ അതും കൂടെ ശാപഗ്രസ്തമായി പോകുമെന്ന നിയമം കിടക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകൾ എവിടെ കഴിഞ്ഞോണമെന്നറിയാമോ? കൂടാരത്തിനകത്ത് നിന്നോണം. നിന്റെ ഭാര്യ സാറ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരമായി ഈ കാരണങ്ങളെല്ലാം കൂടെ ഒറ്റ വാക്കിനകത്ത് അബ്രഹാം ഒതുക്കിയിട്ട് പറയുന്നു, അവൾക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, അവൻ വിശേഷം അറിയണമെന്ന് ആഗ്രഹമുണ്ട്, സേർവ് ചെയ്ത് തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിയമം അനുവദിക്കുന്നില്ല. അവൾ കൂടാരത്തിനകത്താണ്. പക്ഷെ അവിടെ നടന്ന എൻകൗണ്ടർ, ഡിവൈൻ എൻകൗണ്ടറിനകത്ത് വന്ന എക്സ്ട്രാ ഓർഡിനറി സംഭവം എന്താണെന്ന് പറയാനാണ് ഞാൻ ആ ഭാഗത്തൊന്ന് നിൽക്കുന്നത്. പ്രാർത്ഥനയോടെ എന്ന് കേട്ടോണം എല്ലാവരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അബ്രഹാമേ, നിന്റെ ഭാര്യ സാറ എവിടെ എന്ന ചോദ്യത്തിന് മുമ്പിൽ ഭക്തനായ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമും കൂടെ ഒന്ന് പരുങ്ങിപ്പോയി. കാര്യം എന്താണെന്നറിയാമോ? ചില വർഷങ്ങളായി ഈ ചോദ്യം വീട്ടിനകത്ത്
ദേശത്ത് നിന്ന് കൂടാരത്തിൽ നിന്ന് ഞാൻ കേട്ടോണ്ടിരിക്കുക. അതാ ഏതെങ്കിലും ഒരു വിശേഷപ്പെട്ട കാര്യത്തിന് പോയാൽ അവിടെ ഉള്ളവരെല്ലാവരും ചോദിക്കും, അബ്രഹാമേ ഭാര്യ എവിടെ? ആമേൻ. അവരോടെല്ലാം മറുപടി പറഞ്ഞു കുഴഞ്ഞു. ഹല്ലേലൂയ. അവൾ കൂടാരത്തിനകത്തുണ്ട്. അപ്പന്റെ വീട്ടിൽ പോയാൽ അവിടെ ചോദ്യം, അമ്മയുടെ വീട്ടിൽ പോയാൽ അവിടെ ചോദ്യം, ആരാധനയ്ക്ക് പോയാൽ അവിടെ ചോദ്യം, പോകുന്നിടത്തെല്ലാം ചോദ്യമായി, എന്തിയെ ഭാര്യ സാറായി? കൂടാരത്തിലുണ്ട്. അയ്യോ മക്കളില്ല അല്ലേ? ഇല്ല. ചോദ്യത്തിന് മുമ്പിൽ വേദനയോടെ നിൽക്കുന്ന ഒരു അബ്രഹാം. പതിവ് പോലെ അന്ന് വരെ കാണാത്ത 3 പേര് വീട്ടിൽ വന്നിട്ട് പോകാൻ നേരം അവരും ചോദിക്കുക, നിന്റെ ഭാര്യ സാറായി എന്തിയെന്ന്. അബ്രഹാമിന്റെ തലയൊന്ന് കുനിഞ്ഞു കേട്ടോ, അവന്റെ കണ്ണൊന്ന് നിറഞ്ഞു. അല്ലേലുയ. അവന്റെ ചങ്കൊന്ന് പിടഞ്ഞു പോയി. അല്ലേലുയ. ആമേൻ. അവരോടും വേദനയോടെ ചങ്ക് പൊട്ടി മറുപടി പറഞ്ഞു, ആമേൻ. എന്റെ ഭാര്യ കൂടാരത്തിനകത്തുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം അബ്രഹാമേ, ഇന്നലെ വരെ നീ കേട്ട ഉത്തരമല്ല ഇന്ന് നീ കേൾക്കാൻ പോകുന്നത്. അതാ ഡിവൈൻ എൻകൗണ്ടറിന്റെ പ്രത്യേകത. ഇന്നലെ വരെ മൂപ്പന്മാര് ചോദിച്ചു, നിന്റെ ഭാര്യ എവിടെയെന്ത് എന്ന്. ആ ചോദ്യത്തിനകത്തൊരു പരിഹാസമുണ്ട്. അപ്പന്റെ വീട്ടിൽ നീ പോയാൽ അവിടെ ഒരു ചോദ്യം, ആ ചോദ്യത്തിനകത്തൊരു പരിഹാസമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നിന്നോട് ഈ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് പരിഹാസമല്ല, പരിഹാരമാണ്. അതല്ലേ RSV പാടിയത്, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി തരും. ഇന്ന് രാത്രി ഞാൻ പറയാം, എല്ലാവരും ചോദിക്കുന്നത് പോലെ ഒരു ചോദ്യമല്ല കർത്താവ് നിന്നോട് ചോദിക്കുന്നത്. ആ ചോദ്യം നിന്നെ പരിഹസിക്കാനല്ല കേട്ടോ. അവൻ ആ ചോദ്യത്തിനകത്ത് നിനക്ക് വേണ്ടുന്ന ഉത്തരമുണ്ട്. അബ്രഹാമേ, പലരുടെയും ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം പറയാൻ കഴിയാതെ നീ കരഞ്ഞതും നെടുവീർപ്പിട്ടത് കണ്ട ഒരുവനായി ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. അവൻ ചോദിക്കുന്നു, എവിടെ സാറായി? പറഞ്ഞു, അവൻ കൂടാരത്തിനകത്തുണ്ട്. മറ്റുള്ളവർ പറഞ്ഞതുപോലെ സാരമില്ലെന്നല്ല കർത്താവിന്റെ മറുപടി. അടുത്ത വർഷം ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് 16ാമത്തെ രാത്രി പരിശുദ്ധ ആത്മാവ് എന്നോട് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു. ചില ചോദ്യത്തിന് മുമ്പിൽ നീ ഉത്തരം പറഞ്ഞു കുഴഞ്ഞതാ. ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ നീ ഒത്തിരി നെടുവീർപ്പിട്ട ചില വിഷയമുണ്ട്. ദൈവദാസനെ, സഹോദരി, നീ ഒത്തിരി കരഞ്ഞ ചില വിഷയങ്ങൾ, ഈ 16 ദിവസവും നീ എഴുതി വെച്ച് പ്രാർത്ഥിച്ച ചില വിഷയത്തിനകത്ത് പഴയൊരു ദൈവ സാന്നിധ്യം വിവിധ സ്ഥലങ്ങളിലകത്തിരുന്ന നമ്മൾ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിലും ഈ ഹൈദരാബാദ് എന്റെ റൂമിനകത്തിരുന്ന് ഞാനൊരു വലിയ ദൈവ സാന്നിധ്യം ആ വിഷയത്തിനകത്ത് അനുഭവിക്കുന്നു. നീ എഴുതി വെച്ച് പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുണ്ടല്ലോ, അതിനകത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യാനല്ല ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്നത്. അപൂർവമായത്. എല്ലാവരും ഒന്ന് വിശ്വാസത്തോടെ പറഞ്ഞേ, അപൂർവമായത്, എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഉള്ളത്, ഇന്ന് വരെ കാണാത്ത ചിലത് ഇന്ന് രാത്രിന്റെ കൂടാരത്തിനകത്ത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡിവൈൻ എൻകൗണ്ടർ വെളിപ്പെട്ടാൽ സംഭവിക്കുന്നത് ഞാൻ ഒന്നും കൂടെ പറയാം. ഇന്ന് വരെ നീ കാണാത്ത ചിലത് ആത്മീക, ഭൗതിക, മാനസിക, ശാരീരിക മേഖലകൾക്കകത്ത് ചെയ്യാൻ ആ ദൈവം വിശ്വസ്തനാ. തെളിണ്ടോ പാഷേ? ഉണ്ടല്ലോ. പാഷു പറഞ്ഞില്ലേ അപൂർവമായത് നടക്കുമെന്ന്. പറഞ്ഞു തരാ. ഈ വാഗ്ദത്തം കേട്ടപ്പോ സാറായി ചിരിച്ചെന്നാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ? ചിരിച്ചു. നീ ചിരിച്ചത് എന്തെന്ന് കർത്താവ് ചോദിച്ചു. ഇല്ല, ഞാൻ ചിരിച്ചില്ല. അല്ല, നീ ചിരിച്ചു. അവൾ ചിരിക്കാനുള്ള കാര്യം വ്യക്തമായിട്ട് അവൾ എഴുതിയിട്ടുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഞങ്ങൾ പ്രായമായി, സ്ത്രീകൾക്കുള്ള സുഖഭോഗം ഇനി ഞങ്ങൾക്കുണ്ടാകുമോ? അങ്ങനെ ചില പദങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. വാർദ്ധക്യം ഇന്ന് വരെ കാണാത്ത ഒരു കാര്യമാണ് ദൈവം പറഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ നടന്ന അപൂർവമായ കാര്യം എന്താണ്? സർവശക്തനായ ദൈവം അടുത്ത ഒരു മകൻ അവൾ
എന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിന്നിറങ്ങിയ സമയം ഒരപൂർവമായ ഒരു കാര്യം ആ കൂടാരത്തിനകത്ത് നടന്നു. ഓ, അതൊന്ന് വായിക്കാം ദയവായി. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യേശുവിന്റെ നാമത്തിൽ എന്താ വീട്ടിനകത്ത് നടന്നത്? അപൂർവമായത് എന്താന്ന് തീക്കിയായ അവിടെ. ഓ, എബ്രായ ലേഖനം 11-ാം അധ്യായം 11-ാമത്തെ വാക്യം. വിശ്വാസത്താൽ സാറായും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്നെണ്ണിയതിനാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. മതി. ഹല്ലേലൂയ. എന്താ സാറായി ചെയ്തേ? ആദ്യം ആ വാഗ്ദത്തം കേട്ടപ്പോ ഒന്ന് ചിരിച്ചു. പക്ഷേ അടുത്ത വർഷം അവളൊരു മകനെ പ്രസവിക്കും എന്ന ആ വാഗ്ദത്തം കേട്ട് കഴിഞ്ഞപ്പോൾ സർവശക്തനായ ദൈവം തമ്പുരാനും 2 ദൂതന്മാരും കൂടെ ആ പടിയിറങ്ങിയപ്പോ ആ ഡിവൈൻ എൻകൗണ്ടറിനകത്തൂടെ വെളിപ്പെട്ടു വന്നത് എന്താണെന്നറിയാമോ? അന്നുവരെ കാണാത്തത് ഒന്നാ. അതാണ് അവിടെ എഴുതി വെച്ചേക്കുന്നേ. വിശ്വാസത്താൽ സാറായി വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്നെണ്ണുകയാൽ. വിശ്വസ്തൻ എന്നെണ്ണുകയാൽ. ഇന്ന് രാത്രി സൂം മീറ്റിങ്ങിനകത്തിരിക്കുന്നവരോട് പരിശുദ്ധയാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു. ചില വിഷയത്തിനകത്ത് ഇന്നു മുതൽ നമ്മൾ അങ്ങനെ പറഞ്ഞു തുടങ്ങിക്കോണം. എന്റെ ദൈവം വിശ്വസ്തനാ, എന്റെ ദൈവം വിശ്വസ്തൻ, എന്റെ ദൈവം വിശ്വസ്തൻ. എന്റെ തലമുറയുടെ വിഷയത്തിൽ കാര്യത്തിൽ അവൻ വിശ്വസ്തനാ. എന്റെ ജോലിയുടെ വിഷയത്തിൽ അവൻ വിശ്വസ്തനാ. ആമേൻ, ആമേൻ. ഓരോ കാര്യങ്ങൾക്കകത്തും വിശ്വസ്തൻ വിശ്വസ്തൻ എന്നവൾ എണ്ണി എന്നാ പറയുന്ന. എണ്ണി. ഞാനത് സാധാരണ ഇങ്ങനെ ആ ഭാഗം പറയാറുണ്ട്. പ്രായം ചെന്ന സാറായി ആദ്യം ആ വാഗ്ദത്തം കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചെങ്കിലും ഡിവൈൻ എൻകൗണ്ടറിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ആ എൻകൗണ്ടർ കൊടുത്ത കർത്താവ് വീടിന്റെ പടിയിറങ്ങിയപ്പോൾ സാറായ്ക്ക് മനസ്സിലായി, ഇന്നലെ വരെ വീട്ടിൽ വന്നവരെ പോലെ ഒരുവനല്ല വന്നത്. ഇന്നലെ വരെ ഒത്തിരി പേര് ഈ വീട്ടിൽ കൂടാരത്തിനകത്ത് വന്നിട്ടുണ്ട്, വിശേഷങ്ങൾ ചോദിച്ചിട്ടുണ്ട്, എന്തിയേ സാറായി എന്നൊക്കെ ഭർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് വന്നവൻ ഒരു സാധാരണക്കാരനല്ലെന്ന് സാറായിക്ക് മനസ്സിലായി. കാര്യം എന്താ? ഇന്ന് വരെ നടക്കാത്തത് എന്തോ ഒന്ന് എന്റെ ശരീരത്തിനകത്ത് നടക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അതാ ഡിവൈൻ എൻകൗണ്ടറിന്റെ പ്രത്യേകത. ഇന്നലെ വരെ വീട്ടിൽ ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട്, ഒത്തിരി സഹോദരന്മാര് വന്നിട്ടുണ്ട്, കൂട്ടുകാർ വന്നിട്ടുണ്ട്. പക്ഷെ ഇന്നലെ വരെ ചലിക്കാത്തത് എന്തോ എന്റെ ഈ നിർജീവമായ ശരീരത്തിനകത്ത് ആ വാഗ്ദത്തം കേട്ടതിന് ശേഷം എന്തോ ഒന്ന് അപൂർവമായതൊന്ന് എന്റെ ശരീരത്തിൽ നടക്കുന്നുണ്ടെന്ന് മനസ്സിലായ ആ പ്രായമുള്ള സ്ത്രീ അന്നു മുതൽ പറയാൻ വന്നവൻ വിശ്വസ്തനാ. വാഗ്ദത്തം പറഞ്ഞവൻ വിശ്വസ്തനാ. അവൻ കൂടാരത്തിൽ സന്ദർശിച്ചവൻ വന്നവൻ വിശ്വസ്തൻ. ഓരോ ദിവസവും അവനെ അങ്ങോട്ട് പറയാൻ തുടങ്ങി, വിശ്വസ്തൻ 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 വിശ്വസ്തൻ. അതാ ആ കൂടാരത്തിനകത്ത് നടന്ന ഒരു അത്ഭുതം എന്താണെന്നറിയാമോ? സാറായി വിശ്വസ്തനാണെന്ന് പറഞ്ഞപ്പം 19-ാമത്തെ വാക്യത്തിനകത്ത് അബ്രഹാമും കൂടെ പറയാൻ തുടങ്ങി. ഒന്ന് വായിക്കാമോ ദയവായി? 19-ാമത്തെ വാക്യം കൂടെ വേഗത്തിൽ. ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തൻ എന്നെണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. നല്ല ഒരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ഹല്ലേലൂയ. സാറായ അമ്മച്ചി പറയുന്നു, എന്റെ ദൈവം വിശ്വസ്തനാണ്. 19-ാമത്തെ വാക്യത്തിലോട്ട് വന്നപ്പോൾ അബ്രഹാം പറയാൻ തുടങ്ങി, അവൻ ശക്തൻ ശക്തൻ ശക്തൻ. എന്തൊരു 2 പദങ്ങളാ.
ഒരാൾ പറയുന്നു അവൻ വിശ്വസ്തനാണ്, മറ്റൊരാൾ പറയുന്നു അവൻ സർവശക്തിയുള്ള ദൈവമായി. ഇന്ന് രാത്രി ഈ രണ്ട് പദങ്ങൾ മറക്കരുത്. അപൂർവമായത്, അസാധാരണമായത്, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ചിലത് നമ്മുടെ വീട്ടിനകത്ത്, നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത്, ഉപവസിക്കുന്ന കരയുന്ന വിഷയത്തിനകത്ത് നടക്കാൻ ഒത്തിരി കാര്യമൊന്നും ചെയ്യണ്ട. ഒറ്റ കാര്യം ചെയ്താൽ മതി. ആമൻ. വീട്ടിനകത്തിരിക്കുമ്പോഴും നടക്കുമ്പോഴും ജോലി സ്ഥലത്തേക്ക് നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും പറഞ്ഞോണം, എന്റെ ദൈവം വിശ്വസ്തനാണ്, എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. ഓ റബ്ബാന, എന്റെ ദൈവം വിശ്വസ്തൻ, 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 എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. ദേ ആ വീട്ടിനകത്ത് രണ്ടുപേരും കൂടെ പറയുന്ന ആ ദൈവത്തിന്റെ പ്രത്യേകത കണ്ടോ? ഒരാൾ പറയുന്നു എന്റെ ദൈവം വിശ്വസ്തനാണ്, മറ്റൊരാൾ പറയുന്നു എന്റെ ദൈവം ശക്തൻ. ഒന്നും കൂടെ ഞാൻ ഇങ്ങനെ പറയാം. വീട്ടിലെ അമ്മച്ചി പറയുന്നു ആമേൻ എന്റെ ദൈവം എന്റെ ദൈവം വിശ്വസ്തനാണ്. ആ വീട്ടിലെ അപ്പച്ചൻ പറയാണ് എന്റെ ദൈവം സർവശക്തനായ ദൈവമാണ്. ശക്തനായ ദൈവത്തിന്റെ പ്രത്യേകത, വിശ്വസ്തനായ ദൈവത്തിന്റെ പ്രത്യേകത, അത് ആ കൂടാരത്തിനകത്തോട്ട് ഇറങ്ങി വന്നപ്പോ സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഇന്നലെ വരെ ആമേൻ ആമേൻ അമ്മ സംസാരിച്ചത് പോലെയല്ല പിന്നീടുള്ള അമ്മച്ചിയുടെ സംസാരം. ഇന്നലെ വരെ നടന്നത് പോലെയല്ല അപ്പച്ചന്റെ ആമൻ നടപ്പ്. അതിനൊരു വ്യത്യാസം വരാൻ തുടങ്ങി. ആ വ്യത്യാസം എന്താണെന്ന് ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും, നിന്റെ യൗവന കഴുകനെ പോലെ പുതുകി വരേണ്ടതിന് അവൻ നന്മ കൊണ്ട് നിന്നെ വായിൽ സമൃദ്ധിയോട് നന്മ കൊണ്ട് അവൻ നിന്നെ അലങ്കരിക്കുന്നു. എന്തു മനസ്സിലായി? ഡിവൈൻ എൻകൗണ്ടർ കൊടുത്ത സർവശക്തനായ ദൈവം ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയപ്പോൾ ശക്തനാണ്, അവൻ സർവശക്തനാണ്, അവൻ വിശ്വസ്തനാണെന്ന് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ പറയാം, 95 വയസ്സുള്ള അബ്രഹാമിന്റെ ശരീരം ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാൻ ആവശ്യമായ ഒരു പുരുഷന് എന്തൊക്കെ ആരോഗ്യം വേണോ ആ തലത്തിൽ 95 വയസ്സുള്ളവൻ 25 വയസ്സുകാരന്റെ ശരീരം പോലെ അങ്ങ് മാറി. ആമേനാമേ. 90 വയസ്സുള്ള സാറാമച്ചിയുടെ ശരീരം ഒരു പെൺകുഞ്ഞിനെയോ ആൺകുഞ്ഞിനെയോ പ്രസവിച്ചിട്ട് അതിനെ ആമൻ വളർത്തിയെടുക്കാൻ ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങൾ ആ ശരീരത്തിന് വേണ്ടോ അങ്ങനെയുള്ള ഭയങ്കരമായ പുഷ്ടിയുള്ള ശരീരമായി 20 വയസ്സുകാരിയുള്ള ചെറുപ്പക്കാരി കുഞ്ഞിന്റെ ശരീരം എങ്ങനെയാകുമോ അങ്ങനെ തന്നെ മാറിയതിന്റെ പിന്നിൽ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഡിവൈൻ എൻകൗണ്ടർ വെളിപ്പെട്ടു ഇന്ന് രാത്രി. ആമേൻ. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നു. ഹല്ലേലൂയ. ചിലത് അസാധാരണമായ ചിലത്, അപൂർവമായ ചിലത്. ആമേൻ ആമേൻ. നിന്റെ കൂടാരത്തിനകത്ത് നടക്കാൻ, നിന്റെ തലമുറയിൽ നടക്കാൻ, നിന്റെ ദൈവസഭയ്ക്കകത്ത് നടക്കാൻ, നിന്റെ കൂട്ടായ്മയ്ക്കകത്തോ ശുശ്രൂഷയിലോ നടക്കാൻ ഇന്ന് രാത്രി മുതൽ പറയണം, എന്റെ ദൈവം വിശ്വസ്തൻ, എന്റെ ദൈവം വിശ്വസ്തൻ, എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. ഇനിയൊരു 2 മിനിറ്റ് ആ ദൂരെ ഞാൻ പറയുമ്പോ ഞാൻ ഇങ്ങനെ പറയാം, നമ്മുടെ കൂട്ടായ്മയ്ക്കകത്തോ നമ്മുടെ അപ്പന്റെയോ അമ്മയുടെയോ വീട്ടിനകത്ത് ആരെങ്കിലും തലമുറകളില്ലാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്രാർത്ഥനാ വിഷയം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, എന്തോ അങ്ങനെ പറയാൻ പരിശുദ്ധയാത്മാവ് പറയുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ നമ്മുടെ സഭയിലായിരിക്കാം, നമ്മൾ ജോലി ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാർക്കിടയിലായിരിക്കാം. എന്റെ സഹോദരങ്ങളെ, തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരുടെ വേദന ഭയങ്കരമാണ് കേട്ടോ. ആരോടും അവർ പറയുന്നില്ലതേ ഉള്ളൂ. മറ്റുള്ളവർ കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് പോകുമ്പോൾ അവർക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷെ അവരുടെ സങ്കടം അവരാരോട് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇന്ന് രാത്രി പറയാം, നിന്റെ കൂട്ടിൽ നിന്റെ വീട്ടിനകത്ത്, നിന്റെ കൂടെ ജോലി ചെയ്യുന്നവരുടെ ഇടയിൽ, ഹല്ലേലൂയ, നിന്റെ കൂട്ടായ്മയ്ക്കകത്ത്, ഒരുപക്ഷെ സൂം മീറ്റിങ്ങിനകത്തോ ആരെങ്കിലും തലമുറകളില്ലാതെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇനിയുള്ള 1 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് തരികയാ. സ്തോത്രം പറഞ്ഞ ആ മുഖങ്ങളെ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്ന് പറ, എന്റെ ദൈവം ശക്തനായ ദൈവമാണ്, എന്റെ ദൈവം ശക്തനായ ദൈവമാണ്, എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. അവൻ വിശ്വസ്തന. അങ്ങനെ ഒരു ഡിവൈൻ എൻകൗണ്ടർ ഇന്ന് രാത്രി 16ാമത്തെ രാത്രി മഹത്വം.
ഞാൻ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു. ദൈവിക സന്ദർശനം വെളിപ്പെട്ടാൽ, ആമേൻ ആമേൻ, രാജേഷ് ശാന്ത് സ്വോത്രം, സർവശക്തൻ, യെസ്, അങ്ങനെ തന്നെ ഡിവൈൻ എൻകൗണ്ടർ വെളിപ്പെട്ടു വന്നാൽ അപൂർവമായത്, ഒന്നും കൂടെ ഞാൻ പറയുന്നു, ഇന്നലെ വരെ നടന്നതുപോലെയല്ല, നമുക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്തതുപോലെ. ആമേൻ, അങ്ങനെ ഉണ്ടോ ദൈവദാസനെ? വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് പഴയ നിയമ ചരിത്രങ്ങൾ മുഴുവൻ നിങ്ങൾ എടുത്ത് പഠിച്ചോ. ഡിവൈൻ എൻകൗണ്ടർ എവിടൊക്കെ വെളിപ്പെട്ടിട്ടുണ്ടോ അവിടല്ല എന്തെങ്കിലുമൊക്കെ ഒരു കേവലം അത്ഭുതമല്ല നടന്നിട്ടുള്ളത്. കഴിഞ്ഞ രാത്രി ഞാനൊരു സ്റ്റാറ്റസ് ഇട്ട്, ഒത്തിരി പേർക്ക് സന്തോഷമായി. വെറൈറ്റി അത്ഭുതം, വെറൈറ്റി അത്ഭുതം, ഡിവൈൻ എൻകൗണ്ടർ നടന്ന സ്ഥലങ്ങളിലെല്ലാം എന്തെങ്കിലും ഒരു അത്ഭുതം. അങ്ങനെ അല്ലല്ലോ നമ്മൾ സങ്കീർത്തനത്തിൽ പോലും വായിക്കുന്നത്. ഏകനായി അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ എന്നല്ല ദൈവത്തെ കുറിച്ച് അവിടെ വായിക്കുന്നത്. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്യുന്നവന് അവന്റെ എന്റെ ദൈവത്തിന്റെ ഒരു പ്രത്യേകത, എന്തെങ്കിലും ഒരു വിടുതൽ നിനക്ക് തരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിന്റെ വീട്ടിനകത്ത് നിന്ദിച്ചവരുടെ ഇടയിൽ അപമാനിച്ചവരുണ്ട് കേട്ടോ, കളിയാക്കിയവരുണ്ട്, വേദനിപ്പിച്ചവരുണ്ട്. അവരുടെ നടുവിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവപരിതരെ ഒരു വെറൈറ്റി അത്ഭുതം ചെയ്യാൻ, ഒരു മഹാത്ഭുതം ചെയ്യാൻ, അപൂർവമായ ചിലത് ചെയ്യാൻ, അങ്ങനെ അത് സംഭവിക്കണമെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, ഒരു എൻകൗണ്ടർ, ഇന്ന് വരെ കാണാത്തതിനേക്കാൾ അപ്പുറമായ ഒരു ഡിവൈൻ എൻകൗണ്ടർ എന്റെ കൂടാരത്തിൽ, വ്യക്തിപരമായി എന്റെ കുഞ്ഞുങ്ങളിൽ, ഭർത്താവിൽ, ഭാര്യയിലൊന്ന് വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങനെ തന്നെ നടന്നിരിക്കും. ഹല്ലേലൂയ. ഇനി ഞാന് ഉള്ള അല്പസമയം കൊണ്ട് ആമേൻ വേഗത്തിൽ ചില ഉദാഹരണങ്ങൾ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാ. അതേ, പത്രോസിന്റെ മേൽ ഡിവൈൻ എൻകൗണ്ടർ വന്നു, ഞാനത് പറഞ്ഞു. അടുത്തത് അബ്രഹാമിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി എനിക്ക് 1000 ഇഷ്ടമുള്ള ചില കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഡിവൈൻ എൻകൗണ്ടറിലൂടെ നേടിയെടുത്ത വെറൈറ്റി കാര്യം പറയാൻ പോവുക. ആമേൻ പറഞ്ഞു കേട്ടോണം. സ്തോത്രം, 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 സ്തോത്രം. വായിക്കേണ്ട, ഞാൻ ഉദാഹരണ സഹിതം ഇങ്ങനെ പറഞ്ഞു പോകാം. യോസഫ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം, എന്തോരം നമ്മൾ കേട്ടിട്ടിരിക്കുന്നു, എന്തോരം നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ആ ജോസഫ് എന്ന് പറയുന്ന ബൈബിൾ പഴയ നിയമ ആ ഭക്തന്റെ ജീവിതത്തിൽ അധികമാരും ശ്രദ്ധിക്കാത്ത ചില ഭയങ്കരമായ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ട്. 17ാമത്തെ വയസ്സിൽ, കുഞ്ഞുങ്ങളൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കേട്ടോണം, 17ാമത്തെ വയസ്സിൽ സ്വപ്നം കണ്ടു. കാണുവാണെങ്കിൽ നല്ല സ്വപ്നം കണ്ടോണം കേട്ടോ. സ്വോത്രം, സ്വോത്രം, സ്വോത്രം. എന്റെ സഭയിൽ ഇന്നലെയും കൂടെ ഞാൻ ആ കാര്യം പറഞ്ഞു. മക്കളെ, കാണുവാണെങ്കിൽ നല്ല സ്വപ്നം കാണണം. ഹല്ലേലൂയ. അങ്ങനെ യെസ്, തീർച്ചയായിട്ടും ഒരു സർവശക്തനായ ദൈവത്തെ, വിശ്വസ്തനായ ദൈവത്തെ അനുഗമിക്കുന്ന, ആരാധിക്കുന്ന ഒരു ദൈവ പൈതൻ അതിനുള്ള അവകാശമുണ്ട്. തെളിവുണ്ടോ? ഒരു തെളിവ് യോസഫ്. ആമേൻ, ആമേൻ, ആമേൻ. 17ാമത്തെ വയസ്സിൽ സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ടതിന്റെ പേരിൽ, അത് അപ്പനോട്, സഹോദരങ്ങളോട് പറഞ്ഞതിന്റെ പേരിൽ 17 വയസ്സുള്ള കുഞ്ഞനുഭവിച്ചത് സാധാരണ വീട്ടിനകത്ത് ആരും അനുഭവിക്കാത്ത കാര്യങ്ങളാ. ഞാനത് തെളിവ് സഹിതം എഴുതി വെച്ചിട്ടുണ്ട്, വായിപ്പിക്കുന്നില്ല. സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി എന്നൊരു പദമുണ്ട്. പിന്നെയും അവർ പകച്ചു എന്നൊരു പദമുണ്ട്. ആമേൻ. 37ാമത്തെ അധ്യായത്തിലോട്ടേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. ആമേൻ, സ്വപ്നക്കാരൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് 18ാമത്തെ വാക്യം 37 കൊല്ലാൻ അവര് ഗൂഢാലോചന ചെയ്തെന്ന. എന്റെ ദൈവമേ, അത് വായിക്കുമ്പോ നമ്മൾ വിചാരിക്കും ഏതെങ്കിലും നാട്ടിലുള്ള ആരുടെങ്കിലും കാര്യമാ പറയുന്നതെന്ന്. സ്തോത്രം.
സ്വന്തം സഹോദരങ്ങളുടെ കാര്യമാ. ഹെ, ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. പ്രസാദ് ഭാഷ ആ നല്ല മനോഹരമായ ഗാനങ്ങൾക്കൊത്തിരി നന്ദി, 1000 നന്ദി. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി പ്രസാദ് ഭാഷയെ വിളിച്ചിട്ടേ ഇല്ല. കഴിഞ്ഞ ദിവസം നാട്ടിൽ വരുന്ന കാര്യം ഒന്ന് പറയാൻ, ഇന്ന് രാത്രി ശുശ്രൂഷിക്കുന്ന കാര്യം പോലും പരസ്പരം ഞങ്ങൾ അറിയാതെ ആ മനോഹരമായ ഗാനം പാടിയത്. ഞാൻ ചിന്തിക്കായിരുന്നു, പരിശുദ്ധാത്മാവിന്റെ ഒരു നിയോഗം. ദൈവമേ, ഒന്ന് ചിന്തിക്കണം കേട്ടോ. അബ്രഹാമിന്റെ ഭാര്യ സാറായെ പരിഹസിച്ചത് കൂടാരത്തിനകത്തുള്ളവര് തന്നെയാ. യോസെഫിനെ പകച്ചത് നാട്ടിലുള്ളവരാന്നല്ല നമ്മൾ വായിച്ചു, സ്വന്തം സഹോദരങ്ങൾ പകച്ചു, അവനോട് അസൂയ തോന്നി. പക്ഷെ അതൊക്കെ പോട്ടെ, എന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചത് 18-ാമത്തെ വാക്യം. കൊല്ലാൻ, എന്റെ ദൈവമേ, 17 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കൊല്ലാൻ സ്വന്തം സഹോദരങ്ങൾ ഗൂഢാലോചന ചെല്ലുക. 23-ാമത്തെ വാക്യത്തിൽ അവന്റെ അങ്കി ഊരിയെന്ന നമ്മൾ വായിക്കുന്നത്. ഇതൊക്കെ പ്രസംഗിക്കാൻ എളുപ്പമാ. ഒന്ന് ഭാവനെ കണ്ടു നോക്കി. 13 പേര് ഒരു സ്ഥലത്ത് 12 പേര് നിന്നോണ്ട് 17 വയസ്സുകാരന്റെ അങ്കി ഊരി മാറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം അവനെ അപമാനിച്ചെന്നല്ലേ? അവന്റെ വസ്ത്രം ഊരി കളഞ്ഞെന്ന് പറഞ്ഞാൽ, വസ്ത്രം ഊരി എടുത്തെന്ന് പറഞ്ഞാൽ പരസ്യമായിട്ട് അവനെ അപമാനിച്ചെന്നല്ലേ? അടുത്തൊരു ഭയങ്കരമായ ഒരു പദമുണ്ട്, പൊട്ടക്കുഴിയിൽ അവനെ ഇട്ട് കളഞ്ഞു. ഓ എന്റെ ദൈവമേ, എന്തൊരു വാക്കാത്! ഇറക്കിയെന്നല്ലോ. ഇതൊക്കെ ഞാൻ പലപ്പോഴും ചില വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുമ്പം ഞാൻ ഇങ്ങനെ ദൈവമേ, ഇട്ടുകളയാ. ഒരു കുഴിയിലോട്ട് കല്ല് എടുത്തിട്ടെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ആ ഇടുന്ന സമയത്ത് ഇവന്റെ 17 വയസ്സുള്ള കുഞ്ഞിന്റെ താളെ എവിടെങ്കിലും പോയി ഇടിച്ച് ഇവൻ ചാകട്ടെ. എവിടെങ്കിലുമൊക്കെ അവന്റെ തല പോയി ഇടിച്ചോട്ടെ. അങ്ങനെങ്കിലും അവൻ ചാകട്ടെ എന്നല്ല, യാർത്ഥത്തിലല്ല ഇട്ടുകളഞ്ഞെന്നൊക്കെയുള്ള പദം. അതും മരുഭൂമിയിലെ പൊട്ടക്കിണർ. എന്റെ ഭയങ്കര പ്രസംഗ വിഷയമാണ് മരുഭൂമിയിലെ പൊട്ടക്കിണർ. അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നറിയാമോ? മനുഷ്യന്റെ വിസർജ്യ വസ്തുക്കൾ അതിനകത്ത് നിറഞ്ഞുകൂടി കിടക്കുക. ഭക്ഷണത്തിന്റെ വേസ്റ്റുകൾ നിറഞ്ഞു കിടക്കുന്ന ഒരു വല്ലാത്ത ഇടം. കുപ്പിച്ചില്ലുകളെ കൊണ്ട് നിറഞ്ഞ വല്ലാത്ത ഒരു സ്ഥലം. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. ഒരു തുള്ളി വെള്ളമില്ലാത്ത സ്ഥലം, വേസ്റ്റ് കൊണ്ടിടുന്ന വല്ലാത്ത ഒരു സ്ഥലം, വിഷപ്പാമ്പുകൾ വല്ലാതെ കിടക്കുന്ന ഒരു ഭയങ്കരമായ സ്ഥലം. ആ സ്ഥലത്തോട്ട് സ്വന്തം സഹോദരന്മാര് സ്വപ്നക്കാരനെ കുഴിക്കകത്ത് കൊണ്ടുപോയി തള്ളി. പക്ഷെ എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം നിങ്ങൾ പിന്നെ വായിക്കണം. കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും പൊട്ടക്കുഴിക്കകത്ത് കിടക്കുമ്പോഴും 39-ന്റെ 20-ാമത്തെ വാക്യം. കഴിഞ്ഞ രാത്രി അത് വായിച്ചപ്പം ഞാൻ എൻ്റെ വീട്ടിനകത്തൂടെ, പാസ്നേജിനകത്തൂടെ ഓടി നടന്ന് എൻ്റെ ദൈവത്തെ ആരാധിച്ചു. കാര്യം എന്നറിയാമോ? അവിടെ യോസഫ് കിടന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷെ 20-ാമത്തെ വാക്യത്തിനകത്ത് യോസഫിനോട് കൂടെ യഹോവ ഇരുന്നു. എന്ന പദവ! എല്ലാവരും ഉണ്ടോ ഇതിനകത്ത്? പൊട്ടക്കുഴിക്കകത്ത് അവൻ കിടന്നു, യഹോവ അവനോട് കൂടെ ഇരുന്നു. യോസഫ് കിടന്നു, യഹോവ അവനോട് കൂടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ ആർക്കും ഇറങ്ങി ചെല്ലാൻ കഴിയാത്ത ആ പ്രതിസന്ധിക്കകത്ത് സ്വപ്നം കൊടുത്ത ദൈവം ആ കുഴിക്കകത്ത് അവനോട് കൂടെ ഇരുന്നു. ഞാൻ ഓടി നടന്ന് ദൈവത്തെ ആരാധിച്ചതിന്റെ പിന്നിലെ ചേതോവികാരം എന്താണെന്നറിയാമോ? എന്റെ ദൈവത്തിന്റെ പ്രത്യേകത അറിയാമല്ലോ. അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവമാണ്. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് വായിച്ചപ്പോൾ ഇങ്ങനെ മനസ്സിൽ ധ്യാനിക്കുന്നു, ദൈവമക്കളെ, അവൻ സിംഹാസനത്തിനകത്തിരുന്ന ദൈവം 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് പൊട്ടക്കുഴിക്കകത്തും
കാരാഗ്രഹത്തിനകത്തും വന്ന് കിടന്നപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? സിംഹാസനത്തിനകത്തിരിക്കുന്ന ദൈവം അവിടെ നിന്ന് ആ കുഴിക്കകത്ത് താഴെ ആ കുഞ്ഞിന്റെ കൂടെ വന്നിരിക്കുക. ഇന്ന് രാത്രി ഞാൻ പറയാം, ഡിവൈൻ എൻകൗണ്ടർ കിട്ടിയവന്റെ പ്രത്യേകത, ഏത് പ്രതിസന്ധിക്കകത്ത് നീ ആയിരുന്നാലും, ഒറ്റപ്പെടുത്തലിനകത്ത് നീ ആയിരുന്നാൽ, ആ സഹോദര ബന്ധങ്ങൾ എന്തെന്ന് വെക്കുമ്പോൾ ആരോട് പറയാൻ കഴിയാതെ വേദനയ്ക്കകത്ത് നിൽക്കുമ്പോഴും, നിരാശയുടെ താഴ്വരയ്ക്കകത്ത് നീ നിൽക്കുമ്പോഴും, ദൈവത പാടിയതുപോലെ കണ്ണുനീരിന്റെ താഴ്വരയ്ക്കകത്ത് നീ നിൽക്കുമ്പോഴും, ഒറ്റപ്പെടുത്തലിന്റെ താഴ്വരയ്ക്കകത്ത് നീ നിൽക്കുമ്പോഴും, ആമേൻ, അപവാദത്തിന്റെ താഴ്വരയ്ക്കകത്ത് നീ നിൽക്കുമ്പോഴും, ഡിവൈൻ എൻകൗണ്ടർ കിട്ടിയവന്റെ പ്രത്യേകത, അവിടെ നിന്റെ കൂടെ ഇറങ്ങി വരുന്ന ഒരുവനുണ്ട്. ഇന്ന് രാത്രി ചിലരോട് അതൊരു ദൂതായി അങ്ങനെ തന്നെ പറയാൻ കർത്താവ് പറയുന്നു. അതാ ഡിവൈൻ എൻകൗണ്ടർ ലഭിക്കുന്നവന്റെ പ്രത്യേകത. എന്തെങ്കിലും ഒരു അത്ഭുതമല്ല, അപൂർവമായ ചിലത് ചെയ്യാനുള്ള ബഹനാദിയാതര. ഓ, വാക്കുകൾ ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ഇവിടെ ഡിവൈൻ എൻകൗണ്ടർ കിട്ടിയ സ്വപ്നക്കാരന്റെ ജീവിതത്തിൽ അപൂർവമായത് എന്താ സംഭവിച്ചതെന്നറിയാവോ? 1, 2, 3 വേഗം പറയാം. 1, പിന്നീട് നിങ്ങളൊന്ന് വായിക്കണം. ഫറവോൻ പറയുക, ഇനി ഇവിടെ യോസഫിന്റെ അനുവാദമില്ലാതെ ഒരുത്തന്റെ കയ്യോ കാലോ പോലും അനക്കരുത്. ഓ, എന്തൊരു അധികാരോ! എല്ലാരും ഉണ്ടോ? സ്തോത്രം. ഇതൊക്കെ വായിച്ചാൽ എന്റെ ദൈവമേ, ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടോ നമ്മൾ ഇതിച്ചു പോകത്തില്ലേ? പക്ഷേ അവിടെ നടന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം അത് പറയുകയും സ്റ്റാറ്റസ് ചെയ്ത്, അപ്പൻ കൊടുത്ത അങ്കി സഹോദരന്മാര് കീറിക്കളഞ്ഞു. പക്ഷെ സ്വർഗം നെയ്ത സ്വപ്നത്തെ കീറിക്കളയാം. ഇന്ന് രാത്രി അതൊരു ദൂതായി ഏറ്റെടുത്തോണം. ആമേൻ. അപ്പൻ കൊടുത്ത നിലയങ്കി കീറിക്കളഞ്ഞു, ദുഷ്ടമൃഗം അവനെ കൊന്നു കളഞ്ഞു എന്ന അപവാദം പറഞ്ഞിട്ടും, ഹല്ലേലൂയ, സ്വർഗം നെയ്ത സ്വപ്നത്തെ ആർക്കും നഷ്ടപ്പെടുത്തി കളയാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ചരിത്രം കണ്ടോ? മിസ്രൈമിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരുവനായി ദൈവം അവനെ ഉയർത്തിക്കൊണ്ടുവന്നു. അപൂർവമായത്. പക്ഷെ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച ഒരു കാര്യം എന്നാണെന്നറിയാമോ? 48 അധ്യായത്തിലോട്ട്, 45 അധ്യായത്തിലോട്ട് വരുമ്പോ യോസഫിന് പോലും കിട്ടാത്ത ഒരു അംഗീകാരം ഫറവോനെ യാക്കോബ് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു എന്നൊരു വാക്ക് അവിടെ കിടപ്പുണ്ട്. ഓ, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതാ യോസെഫാണ് അവിടുത്തെ അധിപതി, പ്രധാനപ്പെട്ടവനെങ്കിലും ആമേൻ, ആ നാടിനെ ഭരിക്കുന്ന ഫറവോന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാനുള്ള ഭാഗ്യം, ഓ ആമേൻ, യാക്കോബിന് കിട്ടി. ഇന്ന് രാത്രി, കഴിഞ്ഞ രാത്രി ദൈവാത്മാവ് എന്നോട് പറഞ്ഞൊരു ദൂത് എന്താണെന്നറിയാമോ? ആമേൻ, ചില മക്കള് നിമിത്തം, അത് എന്നോടുള്ള ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറുക. ചില തലമുറകൾ നിമിത്തം, ആമേൻ, അപ്പന്മാരും കൂടെ അനുഗ്രഹം അനുഭവിക്കത്തക്ക നിലയിൽ ഇന്ന് രാത്രി ഇതിനകത്ത് കേൾക്കുന്ന പിതാക്കന്മാരെ, തലമുറകൾക്ക് വേണ്ടി ശക്തമായി ഇനി അങ്ങോട്ട് പ്രാർത്ഥിച്ചോണം. അവരിലൂടെ ചില നന്മകൾ നിങ്ങളും കൂടെ അനുഗ്രഹിക്കത്തക്ക, അനുഭവിക്കത്തക്ക നിലയിൽ യോസെഫ് അയച്ച രഥം കണ്ടപ്പോൾ യാക്കോബിന് വീണ്ടും ചൈതന്യമുണ്ടായി. ആമൻ, ആ രഥത്തിനകത്ത് കയറി മിസ്രൈമിൽ ചെന്ന യാക്കോബ് ഫറവോനെ അനുഗ്രഹിച്ചെങ്കിൽ നിന്റെ തലമുറകൾ നിമിത്തം നീ ഒത്തിരി കരഞ്ഞതല്ലേ? ആ തലമുറയോട്ടല്ലേ
യാക്കോബേ, നീ ഒത്തിരി വേദനിച്ചത് ആ തലമുറയോർത്തല്ലേ, അവൻ മുഖാന്തരം തന്നെ. നീ ആരെ ഓർത്ത് ഒത്തിരി വേദനിച്ചോ? ആരെ ഓർത്ത് നീ ഒത്തിരി കരഞ്ഞോ? ആ തലമുറ മുഖാന്തരം. ആമേൻ. ഓ, ഉന്നതന്മാരായ ചില ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഗ്രഹ നിയോഗം നിനക്ക് വേണ്ടി ദൈവം വെച്ചേക്കുക. പക്ഷേ ഏറ്റവും എനിക്കിഷ്ടമുള്ള അപൂർവമായത് എന്താണെന്നറിയാവോ? 48 അധ്യായം 22 വാക്യം. അതൊന്ന് വായിച്ചെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകത്തു. ദയവായി ഒന്ന് വായിച്ചാട്ടെ. 48 22 വാക്യം വേഗം. യെസ്. ഉൽപ്പത്തി പുസ്തകം. എന്റെ വാളും വില്ലും കൊണ്ട് ഞാൻ അമോര്യരുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കിയ മലഞ്ചെരിവ് ഞാൻ നിന്റെ സഹോദരന്മാരുടെ ഓഹരിയിൽ കവിഞ്ഞതായി നിനക്ക് തന്നിരിക്കുന്നു. എന്റെ വാളും വില്ലും കൊണ്ട് ഞാൻ പിടിച്ചടക്കിയ മലഞ്ചരിവ് സഹോദരന്മാരുടെ ഓഹരിയേക്കാൾ കവിഞ്ഞതായി ഞാൻ നിനക്ക് തരുന്നു. ഓ, എന്റെ ദൈവമേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതൊക്കെ ഒത്തിരി വിശദീകരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇവിടെ യാക്കോബ് യോസഫിനോട് പറയുക, അമ്പും വില്ലും ഉപയോഗിച്ച് ഞാൻ പിടിച്ചടക്കിയ മലഞ്ചെരിവ് സഹോദരന്മാരെക്കാൾ കവിഞ്ഞതായി ഞാൻ നിനക്ക് തരുന്നു. സത്യത്തിൽ യാക്കോബ് എപ്പോഴാ യുദ്ധം ചെയ്തതെന്നൊരു തെളിവ് നമ്മുടെ കയ്യിലില്ല. പക്ഷെ ഇവിടെ യാക്കോബ് പറയുക, അമോന്യരുടെ കയ്യിൽ നിന്ന് അമ്പും വില്ലും ഉപയോഗിച്ച് ഞാൻ പിടിച്ചടക്കിയ മലഞ്ചരിവ്. ഓ, അതിനകത്തൊരു ഭയങ്കര ദൂതുണ്ട്. എന്റെ ചോദ്യം, പ്രായമുള്ള ഈ മനുഷ്യൻ എന്തിനാ മലഞ്ചരിവ് പിടിച്ചെടുത്തേ? പിന്നീട് വായിക്കണം. യോസഫ് തന്റെ സ്വപ്നം പറയുമ്പം സഹോദരന്മാർക്ക് അവനോട് പക തോന്നി. തൊട്ട് താഴെ വാക്യമുണ്ട്, അപ്പനോ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അപ്പൻ കൊടുത്ത ആ നല്ല നിലയങ്കി ഊരിയെടുത്ത് ദുഷ്ടമൃഗം അവനെ കൊന്നുകളഞ്ഞപ്പോ അതേ വസ്ത്രം മാത്രമേ കിട്ടിയുള്ളെന്ന് പറഞ്ഞപ്പോ ആ വസ്ത്രം പിടിച്ചുകൊണ്ട് അപ്പൻ ദുഃഖിക്കുമ്പോഴും അപ്പൻ ഒരു കാര്യം അറിയാം. പണ്ട് ഞാൻ കുറെ ദർശനവും കണ്ടതാ. ആ ഒപ്പം ദർശനവും തന്ന എന്നെ ഇവിടെ കൊണ്ടുവന്നത് സംരക്ഷിക്കാൻ ദൈവം ആ യാക്കോബ് വിശ്വസിച്ചു. അവനല്ലേ ഇരുന്ന ആ മാന്യവ് ആരോഗ്യം കിട്ടിയപ്പോ അമ്പുപയോഗിച്ച് അമോന്യരുടെ പിടിച്ചടക്കി യോസഫിന് ആ മലഞ്ചരിവ് തന്നെ കൊടുക്കാനുള്ള കാരണം. ഓ, എല്ലാവരും നിങ്ങൾക്ക് മനസ്സിലായോ? ദൂത് മനസ്സിലായോ? യാക്കോബേ, എന്തിനാ നീ ആ മലഞ്ചരിവ് യോസഫിന് കൊടുത്തേ? ഒറ്റ ഉത്തരവേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അച്ഛാ, ആ മലഞ്ചരിവിലാണ് ആ പൊട്ടക്കിണർ. ആ മലഞ്ചരിവിലെ ആ പൊട്ടക്കുഴി. ഓ, അപ്പനോട് ചോദിച്ചാൽ അപ്പൻ പറയൂ, എന്റെ കുഞ്ഞ് ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചത് ആ മലഞ്ചരിവിലാ. ആ മലഞ്ചരിവിൽ നിന്നോണ്ടാണ് അവനൊത്തിരി കരഞ്ഞത്. സഹോദരന്മാരോട് കെഞ്ചി എന്നൊരു പദം 37 അധ്യായത്തിലുണ്ട്. എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് സഹോദരന്മാരോട് കെഞ്ചിയത് ആ മലഞ്ചരിവിലാ.
ഓ, ആ മലഞ്ചരിവിലെ പൊട്ടക്കുഴിക്കകത്ത് അവൻ വീണ് കിടന്ന് കരഞ്ഞത്. ആമേൻ, ആമേൻ. അപ്പൻ തീരുമാനിച്ചു, എന്നെങ്കിലും എനിക്ക് ദൈവം ആയുസ്സും ആരോഗ്യം തന്നാൽ ഈ അമ്പും വില്ലും ഉപയോഗിച്ച് ഞാൻ ആ മലഞ്ചരുവിനെ പിടിച്ചടക്കും. ആമേൻ, ആമേൻ. അത് എന്റെ മകന് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനേക്കാൾ കവിഞ്ഞ ഒരു ഓഹരിയായി ഞാൻ അവന് കൊടുക്കും ഇന്ന് രാത്രി. ഓ, എന്തോ അങ്ങനെ ഒരു ദൂത് പറയാൻ കർത്താവ് എന്നോട് പറയുന്നു കേട്ടോ. ഇനിയുള്ള 5-6 മിനിറ്റ്, ആമേൻ, ആമേൻ, കൃത്യസമയത്ത് ഞാൻ അവസാനിപ്പിക്കും. ഒരു 10 മിനിറ്റോളം ഇനി നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും ഇതൊരു ദൂതായി പറഞ്ഞ് ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഓ, രക്തത്താൽ ജയം. ഓഹോ, അവൻ എവിടെയാവും നിന്റെ കണ്ണുനീര് ഒത്തിരി വീണത്? എടാ, യാക്കോബിനറിയാം 17 വയസ്സുള്ള എന്റെ കുഞ്ഞ് ഏറ്റവും കൂടുതൽ നിലവിളിച്ചത് ആ മലഞ്ചരിവില. അവന്റെ കണ്ണുനീര് ഏറ്റവും കൂടുതൽ വീണത് ആ സ്ഥലത്താ. ആമൻ, ആമൻ. അവൻ ഒത്തിരി കരഞ്ഞത് ആ സ്ഥലത്താ. അവന്റെ കണ്ണുനീര് ഒത്തിരി വീണത് ആ സ്ഥലത്താ. ആമൻ. അത് തന്നെ ഞാൻ എൻ്റെ മകന്, ആമൻ, അവൻ തിരിച്ചു വരുമ്പോ കൊടുക്കുമെന്ന് ആഗ്രഹിച്ച് ഒരപ്പൻ യുദ്ധം ചെയ്ത് അത് പിടിച്ചടക്കി വെച്ചെങ്കിൽ, ആമേൻ, ഈ ഭൂമിയിലെ ഒരു അപ്പന് തന്റെ മകനോട് അത്ര സ്നേഹമാണെങ്കിൽ ഇന്ന് രാത്രി, ആമേൻ, സ്വർഗത്തിലെ അപ്പനെ കുറിച്ച് ഞാൻ നിങ്ങളോടൊന്ന് പറയാം. ആമേൻ, ഈ ഭൂമിയിലെ ഒരു അപ്പൻ അങ്ങനെ ഒരു ആഗ്രഹം തന്റെ മകനെ കുറിച്ച് ഉണ്ടായിരുന്നെങ്കിൽ സ്വർഗത്തിലെ അപ്പന് എത്രയധികം. ഇന്ന് രാത്രി ഞാൻ പറയാം, സ്വർഗത്തിലെ അപ്പന്റെ ഒരു പ്രത്യേകത കേട്ടോ. നീ എവിടെ, ആമൻ, വേദനിക്കുന്നോ, എവിടെ നിന്റെ കണ്ണുനീര് വീണോ, ഏത് സ്ഥലത്താണ് നീ ഒത്തിരി ഞരങ്ങിയത്, ആ സ്ഥലം തന്നെ നിനക്ക് തരാൻ ശപന ധിയാമന. അവിടെ തന്നെ നിന്റെ തലയെ ഉയർത്താൻ. ഏത് വിഷയത്തിലാണോ നീ ഒത്തിരി കരഞ്ഞത്, ആ വിഷയത്തിൽ, ആ സ്ഥലത്ത് തന്നെ നിന്റെ തലയെ ഉയർത്തി മാനിക്കാൻ കഴിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇനി യോസഫിനോട് എനിക്കൊരു ചോദ്യമുണ്ട്. യോസഫേ, ഇപ്പം നീ ആരാ? മിസ്രൈമിലെ പ്രധാനപ്പെട്ട ഒരാളായി നീ മാറിയില്ലേ? വേണമെങ്കിൽ മിസ്രൈമിലെ ഏറ്റവും വിശേഷപ്പെട്ട നല്ല സ്ഥലങ്ങൾ ഏക്കർ കണക്കിന് എഴുതിയെടുക്കാനുള്ള അധികാരം ഇപ്പൊ യോസഫിനുണ്ട്. എന്നിട്ടും അപ്പൻ ഈ മലഞ്ചെരിവ് കൊടുത്തപ്പോ യോസഫ് പറഞ്ഞില്ലല്ലോ, അപ്പൊ എനിക്ക് ഈ സ്ഥലം വേണ്ടപ്പാ, ഇതിനേക്കാൾ നല്ല ഒരു സ്ഥലം ഇപ്പോൾ ഞാൻ നിൽക്കുകയല്ലേ, ഏറ്റവും ആളിൽ കൂടി വരുന്ന നല്ല കുറെ സ്ഥലങ്ങൾ എനിക്കുണ്ടപ്പ എന്ന് പറഞ്ഞ പോരെ? അത് വേണ്ടെന്ന് യോസഫും പറഞ്ഞില്ല. കാര്യം എന്താണെന്നറിയാമോ? യോസഫിനും അറിയാം, അവനറിയാം ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടൽ ഞാൻ അനുഭവിച്ചത് ആ മലഞ്ചെരിവില. ഓ, സ്വന്തം സഹോദരങ്ങളാൽ വലിച്ചിഴക്കപ്പെട്ടത് ആ മലഞ്ചെരുവില. സ്വന്തം സഹോദരങ്ങൾ ഗൂഢാലോചന ചെയ്തത് കൊല്ലാൻ കുഴിക്കകത്താഞ്ഞ് തള്ളിയത് ആ മലഞ്ചരുവില. ഇന്ന് രാത്രി ഒന്നും കൂടെ പറയാം, ഏത് സ്ഥലത്താണോ നീ ഒത്തിരി ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത്, ഏത് സ്ഥലത്താണോ നീ ഷേഥേരിയ, ഏത് സ്ഥലത്താണ് നീ ഒത്തിരി അനുഭവിച്ച വേദന, കഷ്ടത അനുഭവിച്ചത്, അവിടെ തന്നെ, അത് ദോഹയിലായിരിക്കാം, നാട്ടിലായിരിക്കാം, അത് റാംനിയിലായിരിക്കാം, പത്തനംതിട്ടയിലായിരിക്കാം, അത് മാന്നാറായിരിക്കാം, വെണ്ണിക്കുളത്തായിരിക്കാം, അത് മണർകാടായിരിക്കാം, ഹൈദരാബാദിലായിരിക്കാം, അതൂരായിരിക്കാം, ഷബാനദിയ. എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെ സ്ഥലം അറിയത്തില്ലല്ലോ, ഞാൻ അങ്ങനെ പറയാം. ഏത് സ്ഥലത്താണോ നീ ഓമൻ അപ്പന്റെ അമ്മയുടെ വീട്ടിൽ വേദന ഒത്തിരി അനുഭവിച്ചത്, അത് നിനക്ക് മടക്കി തരാൻ ഉടയബഹനദിയാതര പ്രോപ്പർട്ടി സംബന്ധമായ ചില വിഷയങ്ങൾക്കകത്ത് റംഷേധേരിയ പ്രസാദ അങ്ങനെ തന്നെ പറയാൻ പറയുന്നു. അങ്ങയുടെ കൂടെ അനുവാദത്തോടെ ഞാൻ അങ്ങനെ അങ്ങ് പറയാ. ദൂത് പ്രോപ്പർട്ടി സംബന്ധമായ ചില വിഷയങ്ങൾക്കകത്ത് അപ്പന്റെ വീട്ടിൽ ന്യായമായി നിനക്ക് കിട്ടാത്ത ചിലത്, റാംഷേ, എല്ലാവർക്കും ആമൻ കൊടുത്തിട്ടും നിനക്ക് മാത്രം ലഭിക്കാത്ത ചിലത്, ആമൻ, 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 സ്വർഗത്തിലെ അപ്പൻ, ആമൻ, ആമൻ, നിനക്ക് വേണ്ടി നല്ല ചിലത് കരുതി വെച്ചിട്ടുണ്ടല്ലോ. ആ പാട്ട് നമ്മൾ അങ്ങനല്ലേ പാടി
പാടിയത്. ആമൻ വഴിയൊരുക്കും അവൻ, ആഴികളിൽ വലം കൈ പിടിച്ചു വഴി നടത്തും, വാതിലുകൾ പലതു അടഞ്ഞാൽ വല്ലഭൻ പുതുവഴി തുറക്കും. ഇന്ന് രാത്രി യോസഫ് കരഞ്ഞ സ്ഥലത്ത് ഒത്തിരി അവൻ വേദനിച്ച അതേ ഇടം തന്നെ, ആ ശേഖേം തന്നെ, ആ മലഞ്ചരിവ് തന്നെ അപ്പൻ അവന് കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ഒരു ഡിവൈൻ എൻകൗണ്ടർ സ്വപ്നത്തിലൂടെ ഇന്ന് രാത്രി നിനക്ക് വെളിപ്പെട്ടാൽ കുഞ്ഞേ, അസാധാരണമായത്, അപൂർവമായത് പത്രോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ, അബ്രഹാമിന്റെ സാറായിയുടെ ജീവിതത്തിൽ കുടുംബത്തിൽ സംഭവിച്ചതുപോലെ, യോസേഫിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ. സമയം തീരുന്നല്ലോ. ആമേൻ. ഇനി കിടക്കുക, ഒത്തിരി പറയാൻ. ദൈവഹിതമായ അടുത്ത സമയങ്ങളിൽ വീണ്ടും നമുക്ക് ചിന്തിക്കാം. അവിടം കൊണ്ടും ആ പ്രവൃത്തി തീർന്നില്ല കേട്ടോ. യോസഫ് കണ്ണുനീര് വീണ മലഞ്ചരിവ്, ആ പൊട്ടക്കുഴി, ആ ശേഖേം, ആ പൊട്ടക്കുഴി നിന്ന സ്ഥലം, പിന്നീട് ഏലീശയുടെ കാലമായപ്പോ പ്രവാചക ശിഷ്യന്മാരുടെ ഒരു ഭയങ്കരമായ ബൈബിൾ സ്കൂൾ അവിടെ ഉയർന്നു. എല്ലാവരും ഉണ്ടോ ഇതിനകത്ത്? ഒരുത്തന്റെ കണ്ണുനീര് വീണ സ്ഥലത്ത് നിന്ന് ഇപ്പൊ ഒരു പറ്റം യുവാക്കന്മാർ എഴുന്നേക്കുക, പ്രവാചക ബൈബിൾ സ്കൂള്. അവിടം കൊണ്ട് തീർന്നില്ല. യേശു കർത്താവിന്റെ സ്ഥാനമായപ്പം ആ സ്ഥലത്താ ശമര്യക്കാരിയോട് നിന്ന് യേശു കർത്താവ് സംസാരിക്കുന്നത് വല്ലതും പിടികിട്ടിയോ? ഇതാ ഈ അപൂർവമായത് സംഭവിക്കുന്നതിന്റെ പ്രത്യേകത അതാ. ഹല്ലേലൂയ. ആ യോസഫ് മരിച്ചു, ഹല്ലേലൂയ. പക്ഷേ എന്റെ ഭയങ്കര സന്തോഷം എന്താണെന്നറിയാവോ? സ്വന്തം സഹോദരന്മാര് വേണ്ടെന്ന് പറഞ്ഞു കൊല്ലാൻ ഗൂഢാലോചന ചെയ്ത, കുഴി തള്ളിയ അതേ യോസഫിന്റെ, ആ യോസഫ് മരിച്ചപ്പം അവന്റെ അസ്ഥികൂടം കൊണ്ട്, അയ്യോ 1-2 വർഷമല്ല കേട്ടോ, 400 വർഷം അവന്മാരെ കൊണ്ട് ദൈവം തമ്പുരാൻ ചുമപ്പിച്ചത്. ആരെ കുഴിക്കകത്ത് തള്ളിയിടാൻ നോക്കിയോ, ആരെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞോ, ആരെ നശിപ്പിക്കാൻ നോക്കിയോ, അവൻ മരിച്ചിട്ടും അവന്റെ അസ്ഥികൂടം 400 വർഷം തള്ളിയവന്മാരുടെ തലമുറയെ കൊണ്ട് ദൈവം തമ്പുരാൻ ചുമപ്പിച്ചു. ഇനി നിങ്ങൾ പറഞ്ഞാൽ മതി, ഡിവൈൻ എൻകൗണ്ടർ വേണോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ശ്വാമനഹനാദിയാതര 3 മിനിറ്റ് ഉണ്ട്, അതിനു മുമ്പ് ഞാൻ അങ്ങ് നിർത്തുക. ഡിവൈൻ എൻകൗണ്ടർ. ഇനിയുള്ള 1 മിനിറ്റ് മാത്രം ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്നലെ വരെ പാടിയതുപോലെ, പ്രസംഗിച്ചതുപോലെ, ജീവിച്ചതുപോലെ മുന്നോട്ട് പോകാനല്ല ഇനി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കർത്താവ്, ഒരു ഭയങ്കരമായ ഇടപെടൽ, ഡിവൈൻ എൻകൗണ്ടർ ഞങ്ങൾക്ക് വേണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണം. ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ 1 മിനിറ്റ്. ഷബഹനാദി. ഞാൻ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കും. ദൈവിക ഇടപെടൽ സന്ദർശനമുണ്ടായാൽ വ്യക്തിപരമായിട്ട് മാറ്റമുണ്ടാകും. നോട്ടത്തിൽ, ചിന്തയിൽ, വാക്കുകൾക്ക് മാറ്റമുണ്ടാകും. ഇന്നലെ വരെ അറിയത്തില്ലെന്ന് പറഞ്ഞ് ഒരുവൻ പറയുന്നു, ഞാൻ യേശുവിനെ അറിയുന്നു, അവനിലല്ലാതെ മറ്റൊരു രക്ഷയില്ല. ഡിവൈൻ എൻകൗണ്ടർ വന്നാൽ ലൂക്കോസ് പറഞ്ഞല്ലോ, അപൂർവമായത്, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളത് നടന്നിരിക്കും. സ്വതന്ത്രം. നടക്കുമോ ഇല്ലയോ? യെസ്, നടന്നു. വിശ്വസ്തൻ, സർവശക്തൻ എന്ന് എണ്ണി എണ്ണി അവര് പറയാൻ തുടങ്ങിയപ്പം ഇന്നലെ വരെ നടക്കാത്തത് ആ കുടുംബത്തിനകത്ത് നടന്നെങ്കിൽ ശബഹനദിയാതര. അപ്പനു വേണ്ട, സഹോദരങ്ങൾക്ക് വേണ്ട, കുടുംബക്കാർക്കും വേണ്ട സാഹചര്യം തള്ളിക്കളഞ്ഞവൻ യോസഫ്. ലീഡിദാസൻ ആദ്യം പറഞ്ഞല്ലോ ദാവീദിന്റെ കാര്യം. അയ്യോ, അപ്പനും അമ്മയും ഉപേക്ഷിച്ചിരിക്കുന്നു, യഹോവ എന്നെ ചേർക്കും. സഹോദരങ്ങൾക്ക് വേണ്ട, അപ്പനും അമ്മയ്ക്കും വേണ്ട. കാട്ടിനകത്ത് കിടന്നവനെ വീട്ടിൽ വിളിച്ചു വരുത്തി അവനെ അഭിഷേകം ചെയ്ത് രാജാവാക്കിയതുപോലെ ഡിവൈൻ എൻകൗണ്ടർ വെളിപ്പെട്ടു വന്നാൽ നിന്നെ ഒതുക്കാനൊക്കത്തില്ല കേട്ടോ. നിന്നെ ആർക്കും ഇനി തള്ളിക്കളയാനൊക്കത്തില്ല. നിന്ദിച്ചവരുണ്ട്, അപമാനിച്ചവരുണ്ട്, നീ രക്ഷപ്പെടുകയില്ലെന്ന് വിധി എഴുതിയവരുണ്ട്, നിന്റെ ജീവിതം എന്നും അവിടെ തന്നെ അങ്ങനെ അവസാനിക്കത്തേ ഉള്ളെന്ന് പറഞ്ഞവരുണ്ട്.
അവിടെയെല്ലാം നിന്നെ ഉയർത്തി മാനിക്കാൻ കഴിയുന്ന ഒരു ദൈവം. ഇന്ന് രാത്രി ഒറ്റ കാര്യം ചെയ്താൽ മതി, ഒരു ഡിവൈൻ എൻകൗണ്ടറിന് വേണ്ടി ഒന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച്. അവൻ ശക്തനാണ്, ആ ദൈവം വിശ്വസ്തനാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യെസ് അനുജ ഷബഹ നദിയ. Hallelujah. Thank you, Pastor. Thank you for that very powerful word. Appa, thank you, Lord. Let us all thank God for that very powerful word. Endo powerful ആയിരുന്നു. Hallelujah. Correct word. Hallelujah. Yes, let us ask for a divine encounter. Hallelujah. Lord, let us thank God, yes, that we are here during this fasting prayer to surrender ourselves and ask God for a divine encounter. നമ്മൾ എന്താ കേട്ടെ, ആ ഡിവൈൻ എൻകൗണ്ടർ ഉണ്ടായാൽ ഹാലലിയ നമ്മുടെ വീട്ടിനകത്ത് തന്നെ ആ ലാംഗ്വേജ് തന്നെ മാറും. ഹാലലിയ. യെസ് ലോർഡ്.